सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ഓം ശാന്തി ശാന്തി ശാന്തി. നമ്മൾ പേജ് ഇതിൽ 35 നമ്മൾ പഞ്ചദശിയുടെ രണ്ടാമത്തെ പ്രകരണമായിട്ടുള്ള മഹാഭൂത വിവേക പ്രകരണം എന്ന ഭാഗമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ഓരോ ഭൂതങ്ങളും എങ്ങനെയാണ് ഓരോ ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്നും ആ ഇന്ദ്രിയങ്ങളെല്ലാം ഈ പഞ്ചഭൂതാത്മകം തന്നെയാണെന്നും പറഞ്ഞു. അതിനുശേഷം ഈ സത്വഗുണത്തിൽ നിന്നുണ്ടാകുന്നതും രജോ ഗുണത്തിൽ നിന്നുണ്ടാകുന്നതും തമോ ഗുണത്തിൽ നിന്നുണ്ടാകുന്നതുമായിട്ടുള്ള ഇന്ദ്രിയ വിഷയങ്ങളെക്കുറിച്ചും വികാരങ്ങളെക്കുറിച്ചും പറഞ്ഞു. സത്വഗുണത്തിൽ നിന്നുണ്ടാകുന്ന ഭാവം കൊണ്ട് പുണ്യവും രജോ ഗുണത്തിൽ നിന്ന് പാപവും ഉണ്ടാകുമെന്നും തമോ ഗുണത്തിൽ കൊണ്ട് യാതൊരു പ്രയോജനമില്ലാതെ വെറുതെ ആയുസ്സിനെ കഴിക്കുക മാത്രമാണെന്നും പറഞ്ഞാണ് അവസാനിപ്പിച്ചത്. 16-ാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ എടുത്തത്. 16-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ഇനി 17 മഹാഭൂത വിവേക പ്രകരണത്തിൻ്റെ 17-ാമത്തെ ശ്ലോകം. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന 5 വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ മുൻപത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. 17-ാമത്തെ ശ്ലോകം ഇങ്ങനെയാണ്: സ്പഷ്ടശബ്ദാദിയുക്തേഷു ഭൗതികത്വമതിസ്ഫുടം അക്ഷാദാവപി തച്ഛാത്ര യുക്തിഭ്യാമവധാര്യതാം. സ്പഷ്ടശബ്ദാദിയുക്തേഷു ഭൗതികത്വം അതിസ്ഫുടം അക്ഷാദാവപി തച്ഛാസ്ത്രയുക്തിഭ്യാം അവധാര്യതാം എന്നാണ് എൻ്റെ പദങ്ങൾ. സ്പഷ്ടശബ്ദാദിയുക്തേഷു, സ്പഷ്ടങ്ങളായിട്ടുള്ള ശബ്ദാദികൾ. ശബ്ദാദി എന്ന് പറഞ്ഞാൽ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം തുടങ്ങിയ പഞ്ചതന്മാത്രകൾ, 5 വിഷയങ്ങൾ. ഇതുള്ള ഭൗതികത്വം അതിസ്ഫുടം, ഈ 5 ഗുണങ്ങളുള്ള, ഈ ശബ്ദസ്പർശാദികളുള്ള, എങ്ങനെയുള്ള സ്പഷ്ടങ്ങളായിട്ടുള്ള, വളരെ സ്പഷ്ടമായിട്ടുള്ള ആ ശബ്ദസ്പർശാദികളോട് കൂടിയിട്ടുള്ള വസ്തുക്കൾ, അല്ലെങ്കിൽ ഭൗതികത്വം. ഭൗതികം എന്ന് പറഞ്ഞാൽ ഭൂതത്തിൽ നിന്നുണ്ടായത് എന്നാണ് ഭൗതികം എന്ന വാക്കിൻ്റെ അർത്ഥം. പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടായതാണ് ഭൗതികം. അപ്പം ആ ഭൗതികത്വം അതിസ്പഷ്ടമാണ് ഈ ശബ്ദാദിയുക്തമായിട്ടുള്ള വസ്തുക്കളിൽ. ശബ്ദസ്പർശാദികളോട് ചേർന്നിട്ടുള്ള ആ സ്പഷ്ടങ്ങളായിട്ടുള്ള ശബ്ദസ്പർശാദികളുള്ള വസ്തുക്കളിൽ അതിൻ്റെ ഭൗതികത്വം, അതെല്ലാം ഭൂതങ്ങളിൽ നിന്നുണ്ടായതാണെന്ന് വ്യക്തമാണ്. അപ്പം നമുക്കറിയാം, ഈ കുടം, തുണി, അങ്ങനെയുള്ള വസ്തുക്കൾ, നമുക്ക് പ്രത്യക്ഷമായിട്ട് കാണുന്ന എല്ലാ വസ്തുക്കളും ഭൗതികമാണെന്ന് നമുക്ക് പ്രത്യക്ഷമായിട്ട് തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കത് പ്രാപ്യമാണ്, അതുകൊണ്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആക്ഷാദൗ അപി തത് ശാസ്ത്രയുക്തിഭ്യാം അവധാര്യതാം. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഘടാദി വസ്തുക്കൾ എപ്രകാരമാണോ ഭൗതികമാണെന്ന് നമ്മൾ പറയുന്നത്, ഭൂതത്തിൽ നിന്നുണ്ടായതാണെന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഇന്ദ്രിയങ്ങളും എന്താണ്, പഞ്ചഭൂതാത്മകമാണെന്ന് എങ്ങനെ അറിയണം? ശാസ്ത്രയുക്തിഭ്യാം അവധാര്യത. ശാസ്ത്രയുക്തി കൊണ്ടാണ് അറിയുന്നത്. നമുക്ക് നേരിട്ട് പോയി ഇന്ദ്രിയങ്ങൾ ഇന്ന ആകാശമാണോ വായുവാണോ ഇതൊന്നും പറയാൻ സാധിക്കുന്നില്ല. ശാസ്ത്രത്തിൽ നിന്ന് മാത്രമാണ് നമുക്ക് ആ വിവരം കിട്ടുന്നത്, അല്ലേ? അതീന്ദ്രിയ വിഷയത്തിൽ വേദമല്ലാതെ മറ്റൊരു പ്രമാണമില്ല. അപ്പോൾ അതീന്ദ്രിയമായ വിഷയങ്ങളെക്കുറിച്ചുള്ള ഇത് ശാസ്ത്രത്തിൽ നിന്ന് തന്നെയാണ് അറിയേണ്ടത്. അപ്പോൾ ഇന്ദ്രിയാദികളും എങ്ങനെ ഉണ്ടായതാണ്, എന്തിൻ്റെ കാര്യങ്ങളാണ്, പഞ്ചഭൂതങ്ങളുടെ കാര്യങ്ങളാണ് എന്ന് അറിയണം. ഇപ്പോൾ സ്പഷ്ടങ്ങളായിട്ടുള്ള ശബ്ദസ്പർശാദികളോട് കൂടിയിട്ടുള്ള ഈ ഭൂതകാര്യങ്ങളാണ് അവയെല്ലാം. അപ്പം ഉദാഹരണത്തിന് ഈ ശാസ്ത്രം പറയുന്നു, ഇപ്പം നമ്മൾ ചാന്തോഗ്യോപനിഷത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട്, അന്നമയം ഹി സൗമ്യ മനഃ ആപോമയ പ്രാണസ്തേജസ് എന്ന് നമ്മൾ ചാന്തോഗ്യത്തിൽ പഠിച്ചാണ്. അപ്പം അന്നമയം ഹി സൗമ്യ മനഃ ആപോമയ പ്രാണ. അപ്പം അന്നമയമാണ് നമ്മുടെ മനസ്സ്, നമ്മൾ പഠിച്ചു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അതിസൂക്ഷ്മമായ അംശമാണ് മനസ്സായിട്ട് തീരുന്നതെന്ന് ഉപനിഷത്ത് പറയുന്നുണ്ട്.
നമ്മൾ കഴിക്കുന്ന അന്നം ആണ് മനസ്സായിത്തീരുന്നത്. അപ്പോൾ അതും ഈ ഭൂതകാര്യമാണ് അല്ലേ. അന്നം എന്ന് പറഞ്ഞാൽ പൃഥ്വി പ്രധാനമായിട്ടുള്ള ഒരു വസ്തുവാണ്. ആ കഴിക്കുന്ന വസ്തുവിൻ്റെ സൂക്ഷ്മ രൂപമാണ് മനസ്സായിട്ട് പോകുന്നത്. ജലമാണ്, ജലത്തിൻ്റെ സൂക്ഷ്മ അംശമാണ് പ്രാണനായിട്ട് പോകുന്നത്. അങ്ങനെ തേജസ്, പ്രാണൻ, മനസ്സ്, പ്രാണൻ, വാക്ക് അഗ്നിമയമാണ്, അഗ്നി സ്വരൂപമാണ് വാക്ക്. ഇങ്ങനെ ഓരോ അന്തരിന്ദ്രിയങ്ങളും എന്താണ്, ഈ ഭൂതാത്മകം തന്നെയാണ്, പഞ്ചഭൂതങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടായതാണ്, പഞ്ചഭൂതങ്ങളുടെ കാര്യമാണ് എന്ന് ശാസ്ത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം. നമുക്കൊരു കുടം കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അത് മണ്ണ് കൊണ്ടുണ്ടാക്കിയതാണ്, മണ്ണാണ് അതിൻ്റെ കാരണം, കുടത്തിൻ്റെ കാരണം മണ്ണാണെന്ന് അറിയാൻ സാധിക്കും. അതുപോലെ ശാസ്ത്രത്തിൽ നിന്ന് വേണം നമുക്കറിയാൻ ഈ ചെവി, കണ്ണ്, മൂക്ക് തുടങ്ങിയിട്ടുള്ള ഇന്ദ്രിയങ്ങളെല്ലാം പഞ്ചഭൂതങ്ങളുടെ കാര്യങ്ങളാണെന്ന് ശാസ്ത്രയുക്തിയ മനസ്സിലാക്കിക്കൊള്ളണം. അപ്പം അങ്ങനെ ഓരോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഓരോന്നും അതിൻ്റെ സ്ഥൂല, മധ്യ, സൂക്ഷ്മഭാവങ്ങൾ ഓരോരോ അംശങ്ങളായിട്ട് ഓരോന്നായി മാറുന്നു എന്ന് നമ്മൾ ഉപനിഷത്തിൽ നിന്ന് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇതെല്ലാം മനസ്സും പ്രാണനും ഇതെല്ലാം ഭൂതകാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അതാണ് സ്പഷ്ടശബ്ദാദിയുക്തേഷു ഭൗതികത്വം അതിസ്ഫുടം അക്ഷാദാവവിതച്ഛാസ്ത്രയുക്തിഭ്യാം അവതാര്യതാം ഏകാദശേന്ദ്രിയേർയുക്ത്യാ ശാസ്ത്രേണാപ്യവഗമ്യതേ യാവൽ കിഞ്ചിൽ ഇതം ശബ്ദോദിതം ജഗത് ഏകാദശേന്ദ്രിയർ യുക്ത്യാ ശാസ്ത്രേണ അപി അവഗമ്യതേ യാവത് കിഞ്ചിൽ ഭവേത് തത് ഇദം ശബ്ദഃ ഉദിതം ജഗത്. ഇദം ശബ്ദോദിതം ജഗത്. ഏകാദശേന്ദ്രിയ 11 ഇന്ദ്രിയങ്ങൾ കൊണ്ടും, ഏതാ 5 ജ്ഞാനേന്ദ്രിയവും 5 കർമ്മേന്ദ്രിയവും അന്ധകരണവും ആണ് 11 ഇന്ദ്രിയങ്ങൾ. ഈ 11 ഇന്ദ്രിയങ്ങൾ കൊണ്ടും യുക്തിയാ ശാസ്ത്രേണ അഭി, യുക്തി കൊണ്ടും ശാസ്ത്രേണ അഭി, ശാസ്ത്രം കൊണ്ടും, അപ്പോൾ 11 ഇന്ദ്രിയങ്ങൾ കൊണ്ടും യുക്തി കൊണ്ടും ശാസ്ത്രം കൊണ്ടും യാവത് കിഞ്ചിത് അവഗമ്യത, ഏതൊന്നാണോ അറിയപ്പെടുന്നത്, ഇപ്പോൾ ഇന്ദ്രിയങ്ങൾ കൊണ്ടും ശാസ്ത്രം കൊണ്ടും യുക്തി കൊണ്ടും യാതൊക്കെയാണോ അറിയപ്പെടുന്നത് ജഗത് ഭവേത്, അതെല്ലാം എന്താണ്, ജഗത്താണ്. അപ്പോൾ അറിയപ്പെടുന്നതെല്ലാം ജഗത്താണ്. ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുന്നതും ശാസ്ത്രം കൊണ്ട് അറിയുന്നതും യുക്തി കൊണ്ട് അറിയുന്നതും ജഗത്തിൽപ്പെടും, ജഗത്താണ്. ഇതം ശബ്ദോദിതം, എന്താണ് ഇതം ശബ്ദോദിതം, ഈ ജഗത്താണ് ഇതം എന്ന ശബ്ദം കൊണ്ട് അറിയപ്പെടുന്നത്. ഇതം എന്ന് ശാസ്ത്രത്തിൽ പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? ജഗത്തിനെ കുറിച്ചാണ് അല്ലേ. ഇതം ഈശാവാസ്യം ഇതം സർവം എന്ന് ശാസ്ത്രത്തിൽ പറയുന്നു, ഉപനിഷത്തിൽ പറയുന്നു. അപ്പോൾ അവിടെ ഇതം ശബ്ദം എന്ന് ഉദ്ദേശിക്കുന്നത് ജഗത്തിനെയാണ്. അപ്പോൾ ഇതം എന്ന ശബ്ദം കൊണ്ട് നമുക്ക് ജഗത്ത്, ഇതന്താവർത്തി എന്നും അഹന്താവർത്തി എന്നും 2 വൃത്തികളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ഇതം അറിയപ്പെടുന്നതൊക്കെ ഇതൻ്റെ ഇതമാണ്. എന്തൊക്കെ അറിയപ്പെട്ടോ അതെല്ലാം ഇതം എന്ന ശബ്ദം കൊണ്ട് നമുക്ക് സൂചിപ്പിക്കുന്നുണ്ട്. അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള അറിവും ശാസ്ത്രം കൊണ്ട് കിട്ടുന്ന അറിവും യുക്തി കൊണ്ട് കിട്ടുന്ന അറിവും ഇതെല്ലാം ജഗത്തിൻ്റെ ഭാഗമാണ്, ജഗത്താണ്. ഇതെല്ലാം ഇതം ശബ്ദം കൊണ്ട് പറയപ്പെടുന്നു. ഇതം സദൈവ സൗമ്യ ഇതമഗ്ര ആസീത് എന്ന് ചാന്തോക്യത്തിൽ പറയും. അല്ലയോ പ്രിയദർശന, സത്താണ് ഇക്കാണെന്ന ഇത് മുഴുവൻ ഇതം എന്ന് പറയപ്പെടുന്നതെല്ലാം വാസ്തവത്തിൽ സത്ത് തന്നെയാണ് എന്ന് ചാന്തോക്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതം എന്ന് പറയുന്നത് ജഗത്തിനെയാണ് ശ്രുതിയിൽ, ശാസ്ത്രത്തിൽ അറിയപ്പെടും. അപ്പോൾ അറിയപ്പെടുന്ന സകല വിഷയങ്ങളും ഇതം എന്ന ഒറ്റ ശബ്ദം കൊണ്ട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്, പറയപ്പെട്ടിട്ടുണ്ട് ശാസ്ത്രത്തിൽ. അപ്പോൾ ഇതം എന്നുള്ളതാണ് ജഗത്തിനെ പറയാൻ സൂചിപ്പിക്കുന്നത്. ഏകാദശേന്ദ്രിയേർയുക്ത്യാ ശാസ്ത്രേണാപ്യവഗമ്യതേ യാവൽ കിഞ്ചിൽ ഭവേദേതദിദം ശബ്ദോദിതം ജഗത്. ഇദം സർവം പുരാ സൃഷ്ടേരേകമേവാദ്വിതീയകം സദൈവാസീന്നാമരൂപേ നാസ്താമിത്യാരുണേർവച. ഇത് ചാന്തോക്യോപനിഷത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഭാഗമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചാന്തോക്യത്തിലാണ് ഈ പ്രമാണമൊക്കെ വരുന്നത്. ഇദം സർവം പുരാ സൃഷ്ടേ ഏകമേവാദ്വിതീയകം സദേവ ആസീ നാമരൂപേ നാസ്താം ഇതി ആരുണേർ വചഃ, ആരുണേഹ വചഃ. സൃഷ്ടേഹ പുരാഹ
സൃഷ്ടിക്ക് മുമ്പ്, സൃഷ്ടേഹേ പുരാ, സൃഷ്ടിക്ക് മുൻപ്, സൃഷ്ടി ഉണ്ടാകുന്നതിന് മുമ്പ്. ഇതം സർവം, ഇതം ഈ കാണുന്ന സർവവും, ഇതെല്ലാം എന്താണ്? ഏകമേവ അദ്വിതീയം, ഏകവും അദ്വിതീയമാണ്, ഏകവും രണ്ടാമതൊന്നില്ലാത്തതുമാണ്, ഏകവും അദ്വിതീയവുമാണ് ആയ അദ്വിതീയകം സത് ഏവ ആസീത്, സത്ത് മാത്രമായിരുന്നു, സത് ഏവ. അപ്പോൾ സൃഷ്ടിക്ക് മുമ്പ്, പ്രപഞ്ച സൃഷ്ടി, ജഗത്തിൻ്റെ സൃഷ്ടി ഉണ്ടാകുന്നതിന് മുമ്പ് ഇതെല്ലാം, ഇതെന്ന് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം, ഇത് കാണുന്ന ഒരാളോടാണ് പറയുന്നത്, ഇത് എന്നറിയപ്പെട്ടിരിക്കുന്ന സകലതും സൃഷ്ടിക്ക് മുമ്പ് എന്തായിരുന്നു? സത്ത് മാത്രമായിരുന്നു. സത്ത് ഏവ ആസീത്. സത്ത് എന്ന് പറഞ്ഞാൽ മൂന്ന് കാലത്തും മാറ്റമില്ലാതെ ഒരേപോലെ സ്ഥിതി ചെയ്യുന്ന ആ ബ്രഹ്മത്തെ തന്നെയാണ് സത്ത് എന്ന് പറയുന്നത്. ഒരേ വടിവിൽ ഒരു കാലത്തും മാറ്റമില്ലാതെ പ്രകാശിക്കുന്ന ചൈതന്യമാണ് സത്ത് എന്ന് പറയുന്നത്. അപ്പോൾ സൃഷ്ടിക്ക് മുമ്പ് ഈ കാണുന്നതെല്ലാം, ഈ ലോകം, ഈ ജഗത്ത് സത്ത് മാത്രമായിരുന്നു എന്ന്. പിന്നെ നാമരൂപേണ ആസ്ഥ, നാമരൂപങ്ങൾ ഇല്ലായിരുന്നു. അപ്പോൾ നാമമോ രൂപമോ സൃഷ്ടിക്ക് മുമ്പ് ഇല്ലായിരുന്നു. സൃഷ്ടിക്ക് മുമ്പ് എന്തായിരുന്നു? സത്ത് മാത്രമേ ഉള്ളായിരുന്നു, ഈശ്വരൻ മാത്രമേ ഉള്ളായിരുന്നു, ഈ പ്രപഞ്ചം ബ്രഹ്മം മാത്രമേ ഉള്ളൂ. നാമരൂപേണ ആസ്ഥ, നാമരൂപങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇതി ആരുണേഹ വചഃ എന്നാണ് ആരുണിയുടെ വചനം. ആരുണി എന്ന് പറഞ്ഞാൽ ഉദ്ദാലകനാണ്. ശ്വേതകേതുവിനെ ഉപദേശിക്കുന്നതായിട്ടാണ് നമ്മൾ ചാന്തോക്യത്തിൽ കാണുന്നത്. അപ്പോൾ ഉദ്ദാലകൻ, അരുണൻ്റെ പുത്രൻ ആരുണി. അപ്പോൾ ആരുണി ആയ ഉദ്ദാലകൻ പറയുന്നതാണ് ഇങ്ങനെയാണ്, എന്താണ്? സൃഷ്ടിക്ക് മുമ്പ് ഈ കാണുന്നതെല്ലാം സത്ത് മാത്രമായിരുന്നു, നാമരൂപങ്ങളെ ഇല്ലായിരുന്നു എന്ന് ഉദ്ദാലകൻ പറഞ്ഞിട്ടുണ്ട്. ചാന്തോക്യ ശ്രുതിയിൽ ഉദ്ദാലകൻ പറഞ്ഞിട്ടുണ്ട്, ഈ കാണുന്നതെല്ലാം സത്ത് മാത്രമായിരുന്നു എന്ന് ഉദ്ദാലകൻ പറഞ്ഞിട്ടുണ്ട്. ഇതം എന്ന പദം കൊണ്ട് അറിയപ്പെടുന്ന എല്ലാം, ഇന്ദ്രിയങ്ങൾ കൊണ്ട്, ശാസ്ത്രം കൊണ്ട്, യുക്തി കൊണ്ട് അറിയപ്പെട്ടതായിട്ട് എന്തൊക്കെയുണ്ടോ അതെല്ലാം, ദൃശ്യവസ്തുക്കളെല്ലാം ഇതമാണ്. ആ ഇതം എന്തായിരുന്നു? സൃഷ്ടിക്ക് മുമ്പ് സത്ത് മാത്രമായിരുന്നു എന്ന് ഉദ്ദാലകൻ പറയുന്നു. ഇതം സർവം പുരാ സൃഷ്ടേരേകമേവാദ്വിതീയകം സദേവാസിന്നാമരൂപേ നാസ്താമിത്യാരുണർവച. അപ്പോൾ എല്ലാം കാണപ്പെടുന്നതും കേൾക്കുന്നതും എല്ലാം അദ്വിതീയം എന്ന വാക്കോടെ ഉപയോഗിച്ചിട്ടുണ്ട്. അദ്വിതീയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വിശദീകരിക്കുക അടുത്തതിനകത്ത്. എന്തുകൊണ്ടാണ് അദ്വിതീയം, ഏകമേവാദ്വിതീയം എന്ന് ശ്രുതി പറയുന്നു. ഏകമാണ്, സത്ത് ഏകമാണ്, അദ്വിതീയമാണ്. നിശ്ചയിച്ച് പറയാം, ഏകമേവാദ്വിതീയം, അത് സത്ത് മാത്രമാണ്, അതിൽ അദ്വിതീയമാണ്, അത് നിശ്ചയമായിട്ട് അദ്വിതീയമാണ്, ഉറപ്പിച്ച് പറയുക അവിടെ. അതെന്തുകൊണ്ടാണെന്ന് അടുത്ത പദ്യങ്ങളിൽ നമ്മൾ പറയും. വൃക്ഷസ്യ സ്വഗതഭേദഃ പത്രപുഷ്പഫലാദിഭിः വൃക്ഷാന്തരാൽ സജാതീയോ വിജാതീയശിലാദിതഃ. ഇവിടെ ഭേദം, 3 തരം ഭേദങ്ങളാണ് ഉണ്ടാകുക. സജാതീയ, വിജാതീയ, സ്വഗതഭേദം എന്ന് പറയും. വൃക്ഷസ്യ സ്വഗതോ ഭേദഃ പത്രപുഷ്പഫലാദിഭിः വൃക്ഷാന്തരാൽ സജാതീയോ വിജാതീയഃ ശിലാദിതഃ. വൃക്ഷസ്യ സ്വഗതഭേദ, വൃക്ഷത്തിന് സ്വഗതമായ ഭേദം. പത്രപുഷ്പഫലാദിഭി, പത്രം ഇലകൾ, പുഷ്പങ്ങൾ പൂക്കൾ, ഫലങ്ങൾ എന്നിവ കൊണ്ട് വൃക്ഷത്തിന് സ്വഗതമായ ഭേദമുണ്ട്. സ്വഗതഭേദം പറഞ്ഞാൽ അതിൽ തന്നെയുള്ള ഭേദം. ഇപ്പം നമുക്ക് ശരീരമുണ്ട്, ശരീരത്തിൽ കയ്യ്, കാല്, കണ്ണ്, മൂക്ക്, ഇങ്ങനെ അവയവങ്ങളുണ്ട്. അപ്പം ശരീരം എന്ന ഒറ്റ ഇതിൽ ഇരിക്കുമ്പോഴും അതിനുള്ളിൽ തന്നെ പല ഭേദങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു വൃക്ഷത്തെ സങ്കല്പിച്ചാൽ ആ വൃക്ഷത്തിൻ്റെ സ്വഗതമായ അതിൽ തന്നെയുള്ള ഭേദം എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഇലകളെ, പൂക്കളെ, അതിൻ്റെ ശിഖരങ്ങളെ, ഇതെല്ലാം അതിൽ തന്നെയുള്ള ഭേദം, സ്വഗത ഭേദം എന്നതിന് പറയുന്നു. വൃക്ഷമായി നിൽക്കുമ്പോൾ തന്നെ അതിനുള്ളിൽ ഭേദങ്ങൾ കാണുന്നുണ്ട്, അല്ലേ? വൃക്ഷം നിൽക്കുന്നു, വൃക്ഷത്തിൽ ഇലയുണ്ട്, പൂക്കളുണ്ട്, പഴങ്ങളുണ്ട്, ഇതെല്ലാം വൃക്ഷത്തിലുണ്ട്. അപ്പോൾ അതിൽ തന്നെയുള്ള ഭേദമാണ് സ്വഗത ഭേദം. അംശങ്ങളാണ്, അതിൻ്റെ അംശങ്ങളാണ്. ഇനി വൃക്ഷാന്തരാൽ സജാതീയ, വൃക്ഷാന്തരാൽ, ഇപ്പോൾ ഒരു പ്ലാവ് ഒരു വൃക്ഷമാണ്, മാവ് വേറൊരു വൃക്ഷമാണ്. അത് എന്താണത്? സജാതീയം. വൃക്ഷം എന്ന രീതിയിൽ ഒന്നാണ്, പക്ഷെ 2 തരത്തിലുള്ള വൃക്ഷമാണ്. ഒന്ന് പ്ലാവാണ്, ഒന്ന് മാവാണ്. രണ്ടും വൃക്ഷമാണെങ്കിൽ പോലും അതേ ജാതി, വൃക്ഷം എന്ന ജാതിയിൽ തന്നെയുള്ള ഭേദം. വൃക്ഷം എന്നൊരു ജാതി ഉണ്ടെങ്കിലും സജാതീയമായ ഭേദം അതിനുണ്ട്. 2 വൃക്ഷങ്ങളിൽ ഒന്ന് പ്ലാവ് ഒന്ന് മാവ് കഴിഞ്ഞ് 2ഉം വൃക്ഷമാണെങ്കിലും 2ലും ഒരേ ജാതിയിൽ തന്നെ 2 വ്യത്യസ്ത വൃക്ഷങ്ങൾ എന്നുള്ള ഭേദം അവിടെ ഉണ്ട്. അതിന് പറയുന്ന പേരാണ് സജാതീയ ഭേദം. വിജാതീയ ശിലാദിത. ഇനി വൃക്ഷം ഒരു വലിയ പാറയും കൂടെ എടുത്തു വെച്ചാൽ
രണ്ട് ജാതിയായി, വിജാതീയമായി. വൃക്ഷം ഒരു ജാതി, പാറ വേറൊരു ജാതി. അത് പറയുന്ന പേരാണ് വിജാതീയ ഭേദം. സജാതീയ അല്ലെ സ്വഗത, സജാതീയ, വിഗത ഭേദങ്ങൾ, ഇങ്ങനെ 3 തരത്തിലെ ഭേദങ്ങളെ പറയും. ഒരു വസ്തുവിലുണ്ടാകുന്ന ഭേദം ഈ 3 തരത്തിൽ. ഒന്ന് അതിൽ തന്നെയുള്ള അംശങ്ങൾ കൊണ്ടുണ്ടാകുന്ന, അവയവങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഭേദം, അത് സ്വഗത ഭേദം. അതിൻ്റെ തന്നെ അതേ ജാതിയിൽപ്പെട്ടത് മറ്റൊരു സ്വരൂപത്തോടു കൂടിയ വേറൊരു വസ്തു ഉള്ളത് സജാതീയ ഭേദം. അതിൽ നിന്ന് തുലവും ഭിന്നമായൊരു ജാതി വന്നാൽ അത് വിജാതീയ ഭേദം. അപ്പോൾ ഒരു വസ്തുവിന് 3 തരത്തിലുള്ള ഭേദങ്ങൾ ഉണ്ടാകാം: സ്വഗത, സജാതീയ, വിജാതീയ ഭേദങ്ങൾ. വൃക്ഷസ്യ സ്വഗതോ ഭേദ പത്രപുഷ്പഫലാദിഭി വൃക്ഷാന്തരാൽ സജാതീയോ വിജാതീയശിലാദിത തഥാ സദ്വസ്തുനോ ഭേദത്രയം പ്രാപ്തം നിവാര്യതേ ഐക്യാവധാരണ ദ്വൈതപ്രതിഷേധേ ത്രിഭിക്രമാൽ. അപ്പോൾ ഇവിടെ തഥാ സദ്വസ്തുനഃ വസ്തു നഃ പ്രാപ്തം നിവാര്യതേ ഐക്യ അവധാരണ ദ്വൈതപ്രതിഷേധൈ ത്രിഭിഃ ക്രമാത്. നേരത്തെ ഏകമേവാദ്വിതീയം എന്ന് പറഞ്ഞു, സത്തായിരുന്നു. ഈ കാണുന്നതെല്ലാം സത്തായിരുന്നു. നമ്മൾ വസ്തുവിനെ നമ്മൾ അന്വേഷിക്കുകയാണ്, എന്താണ് സത്വസ്തു എന്ന് അന്വേഷിക്കുകയാണ്. അപ്പോൾ സത്വസ്തു ആയിരുന്നു ഇതെല്ലാം. സൃഷ്ടിക്ക് മുമ്പ് ഇതെല്ലാം സത്ത് മാത്രമായിരുന്നു എന്ന് പറയുമ്പോൾ ആ സത്ത് എങ്ങനെ ഏകമേവാദ്വിതീയം എന്നും പറയും. അതൊന്നും രണ്ടാമതൊന്നില്ലാത്ത ഏകമാണ് എന്ന് പറയും. അപ്പോൾ അതിന് വസ്തുവിന് ഭേദമുണ്ടോ എന്ന് അന്വേഷിക്കണം. അപ്പോൾ ചോദ്യങ്ങൾ വരും. കാരണം ഏകം, അപ്പോൾ ആ ഭേദമില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ശ്രുതി ഏകമേവാദ്വിതീയം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തഥാ സദ്വസ്തു നോ ഭേദത്രയം പ്രാപ്തം നിവാര്യത തഥാ സദ്വസ്തുനഃ പ്രാപ്തം. ഇനി ആ സദ്വസ്തുവിന് ഉണ്ടാകാനിടയുള്ള ഭേദം, ഈ 3 വിധത്തിലുള്ള ഭേദം സത്വസ്തുവിനുണ്ടാകാം. എല്ലാ വസ്തുക്കൾക്കും, പ്രപഞ്ചത്തിൽ കാണുന്ന വസ്തുക്കൾക്കൊക്കെ ഇങ്ങനെ ഭേദം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ മനുഷ്യൻ എന്നൊരു ജാതി എടുത്താൽ ആണെന്നും പെണ്ണെന്നുള്ള 2 ജാതി ഉണ്ടോ. ആ ആണിൻ്റെ ഉള്ളിൽ ശരീര അവയവങ്ങൾ തന്നെ സ്വഗത ഭേദമാണ്. വേറൊരു ജീവി എടുത്തു കഴിഞ്ഞാൽ അത് വിജാതീയ ഭേദമായി. ഈ പ്രപഞ്ചത്തിൽ ഏത് വസ്തു എടുത്താലും ഈ 3 ഭേദങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ഭേദമുണ്ടോ. അപ്പോൾ സദ്വസ്തുവിന് ഭേദമുണ്ടോ എന്നൊരു സംശയം ഉണ്ടാകാം. അങ്ങനെ സംശയം ഉണ്ടാകാതിരിക്കാനാണ് ശ്രുതി എന്ത് പറയുന്നത്, ഏകമേവാദ്വിതീയം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എങ്ങനെയൊക്കെയാണ് പറയുന്നത്, ഈ 3 പദങ്ങൾ കൊണ്ട് ഏകമേവാദ്വിതീയം എന്നുള്ള ആ 3 ഏകം ഏവ അദ്വിതീയം എന്നുള്ള 3 പദങ്ങൾ കൊണ്ട് ഐക്യാവധാരണ ദ്വൈത പ്രതിഷേധേ, ഐക്യം, അവധാരണം, ദ്വൈത പ്രതിഷേധം എന്നിവ ക്രമത്തിൽ നിവാരണം. അപ്പോൾ സ്വഗത ഭേദത്തെ ഏക ശബ്ദം കൊണ്ടും സജാതീയ ഭേദത്തെ ഏവ എന്ന ശബ്ദം കൊണ്ടും വിജാതീയ ഭേദത്തെ അദ്വിതീയം എന്ന ശബ്ദം കൊണ്ടും ഇവിടെ ഈ സത്വസ്തു യാതൊരു ഭേദവുമില്ലാത്ത ഭേദരഹിതമായ സത്വസ്തുവാണ് എന്ന് പറയാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. എങ്ങനെയെന്ന് വെച്ചാൽ, ഒന്ന് ആദ്യം ഐക്യം എന്ന് പറഞ്ഞാൽ അത് ഏകം എന്ന ശബ്ദം കൊണ്ടാണ് ഐക്യത്തെ അവിടെ പറയുന്നത്. ഐക്യം, ഏക ശബ്ദം കൊണ്ട് യാതൊരു സ്വഗത ഭേദവുമില്ല. ഏകം എന്ന് പറഞ്ഞാൽ എന്താ, അതിന് അവയവമൊന്നുമില്ല, അംശങ്ങളൊന്നുമില്ല. അതാണ് ഏകം എന്ന ശബ്ദമാണ്. അംശമൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, അതിന് സ്വഗത ഭേദം ഇല്ല. സത്വസ്തുവിന് സ്വഗതമായ ഭേദമൊന്നുമില്ല. ബ്രഹ്മത്തിന് സത്തിന് അംശമില്ല, അവയവമില്ലാത്തതുകൊണ്ട്, നിരവയവമായതുകൊണ്ട് അതിൽ സ്വഗതമായ ഭേദമില്ല. ഏവ ശബ്ദം കൊണ്ട് അവധാരണം എന്നാണ് ഏവ ശബ്ദത്തിൻ്റെ അർത്ഥം. അവധാരണം എന്ന് പറഞ്ഞാൽ അത് ഉറപ്പിച്ച് പറയുക, അവിടെ അത് ധരിക്കുകയാണ്. ഉറപ്പിച്ച് പറയുന്നത് എന്താണ്, അവിടെ സജാതി അത് തന്നെയാണ്, ഏകമേവ അദ്വിതീയ അത് തന്നെയാണ്. അതെന്ന് പറഞ്ഞാൽ അതിൽ ഇപ്പം ഒരു മാവും പ്ലാവും എടുത്ത് 2 പ്ലാവ് എന്നുള്ള രണ്ടാമതൊരു വസ്തു വരുമ്പോഴാണ് അവിടെ, അല്ലെങ്കിൽ അതേ ജാതിയിൽപ്പെട്ട മറ്റൊന്ന് വരുമ്പോഴാണ് അവിടെ സജാതീയ ഭേദം ഉണ്ടാകുന്നത്. ഏവ ശബ്ദം പ്രയോഗിച്ചിട്ടുണ്ട്, അത് തന്നെ, അത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ്, സജാതീയമായ ഭേദം ഇല്ല. അത് മൂന്നാമതോ അദ്വിതീയം, രണ്ടാമതൊന്നില്ല. ഇപ്പം വൃക്ഷത്തിൽ നിന്ന് രണ്ടാമതായിട്ടൊരു വസ്തു ഉണ്ടെങ്കിൽ, പാറ എന്നൊരു വസ്തു ഉണ്ടെങ്കിൽ അവിടെ വിജാതീയ ഭേദം ഉണ്ടായി. എന്നാൽ സത്ത് മാത്രമേ ഉള്ളൂ, രണ്ടാമതൊന്നില്ലാത്തതുകൊണ്ട് സത്തിന് വിജാതീയ ഭേദം ഇല്ല. അപ്പോൾ സജാതീയ അല്ലെങ്കിൽ സ്വഗത, സജാതീയ, വിജാതീയ ഭേദങ്ങൾ സത്തിനില്ല. ഈ 3 തരം ഭേദവും സത്വസ്തുവിൽ ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഏകമേവാദ്വിതീയ എന്ന ശ്രുതി പ്രമാണത്തോടെ എടുത്തിരിക്കുന്നത്. അത് തന്നെ ഏകമേവ അദ്വിതീയം.
മൂന്ന് ഈ പദാർത്ഥങ്ങളെ സംബന്ധിച്ചിട്ട് എല്ലാത്തിനും ഭേദമുണ്ട്. ഭേദമുള്ളൂ. സദ്വസ്തുവിന് യാതൊരു വിധത്തിലുള്ള ഭേദം 3 തരത്തിലേ വരുള്ളൂ: സ്വഗതം, സ്വജാതീയം, വിജാതീയം. സത്തിന് ബ്രഹ്മത്തിൽ യാതൊരു ഭേദവും കൽപ്പിക്കാൻ സാധ്യമല്ല. കാരണം അത് ഏകമാണ്, അദ്വിതീയമാണ്. ഒന്നേ ഉള്ളൂ, രണ്ടാമതൊന്നില്ല. രണ്ടാമത് എന്തെങ്കിലും വരുമ്പോൾ മാത്രമല്ലേ ഉള്ളൂ ഒരു വിജാതീയ ഭേദം പറയാൻ സാധിക്കും. ഇപ്പം ജാതി, നാമം, രൂപം, ക്രിയ, നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞു. നാമം, രൂപം, ജാതി, ക്രിയ, സംബന്ധം, ഈ കാര്യം കൊണ്ടാണ് വസ്തുവിനെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ 5 രീതിയിലും ബ്രഹ്മസ്വരൂപത്തെ നമുക്ക് വിവരിക്കാൻ സാധിക്കുന്നില്ല. നാമം കൊണ്ടോ, രൂപം കൊണ്ടോ, ക്രിയ കൊണ്ടോ, സംബന്ധം കൊണ്ടോ, ജാതി കൊണ്ടോ ഒന്നും ബ്രഹ്മത്തെ നിർവചിക്കാനോ അല്ലെങ്കിൽ അറിയാനോ സാധ്യമല്ല. അതുകൊണ്ട് അതിൽ ഭേദങ്ങളൊന്നും കൽപ്പിക്കാൻ സാധിക്കുന്നില്ല. മുമ്പും സൃഷ്ടി ഉള്ളപ്പോൾ അതിൽ ഭേദമില്ല, ശേഷവും ഇല്ല. ബ്രഹ്മവസ്തു ഭേദമില്ല. സതോ തഥാ സദ്വസ്തുനോ ഭേദത്രയം പ്രാപ്തം നിവാര്യതേ ഐക്യാവധാരണദ്വൈത പ്രതിഷേധേ ത്രിഭിക്രമാൽ. സതോ നാവയവാ സംജ്ഞാസ്തതംശസ്യാ നിരൂപണാത് നാമരൂപേണ തസ്യാംശോ തയോരദ്യാപ്യനുഭവാത്. സത്യഃ അവയവാഹ. സത്തിന് സതഃ അവയവാഹ. സത്തിന് അവയവങ്ങൾ എന്ന സംഖ്യാഹ, ശങ്കിക്കപ്പെടുവാൻ യോഗ്യങ്ങളല്ല. ശങ്കിക്കാൻ സാധിക്കത്തില്ല. അവയവമുണ്ടെന്ന് ഒരിക്കലും ശങ്ക പറ്റില്ല. സത്തിന് അവയവമുണ്ടെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. തദംശസ്യ അനിരൂപണാത്. എന്തുകൊണ്ടാ? സത്തിൽ അംശമൊന്നുമില്ല. അംശത്തെ നിരൂപിക്കാൻ സാധിക്കത്തില്ല. സത്തിന് യാതൊരു രീതിയിൽ അംശാംശി ഭേദം ഭാവം സത്തിലില്ല. സത്തിലൊരു അംശങ്ങളില്ല. അംശം എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തെങ്കിലും കൂടിച്ചേരുമ്പോഴാണ് അംശം ഉണ്ടാകുന്നത്. പല പല പാർട്സായിട്ടിരിക്കുക, പല പല അവയവങ്ങളായിട്ടിരിക്കുമ്പോഴാണ് അംശം, അംശി എന്നൊക്കെയുള്ള വ്യത്യാസം. സത്തിൽ അത് നിരൂപണം, അതിൻ്റെ നിരൂപണം ഇല്ലാത്തത് കൊണ്ട് നാമരൂപേണ തസ്യാംശോ തയോഹോ അദ്യാപി അനുദ്ഭവാത്. അതായത് നാമരൂപങ്ങൾ സത്യത്തിൻ്റെ അംശമല്ല. അപ്പം നമുക്കറിയാം, ഈ പ്രപഞ്ചം സൃഷ്ടിക്ക് മുമ്പ് സത്ത് മാത്രമായിരുന്നു, നാമരൂപങ്ങളില്ലായിരുന്നു എന്നാണ് ശ്രുതി പറഞ്ഞത്. അപ്പം അസ്ഥി, ഭാതി, പ്രിയം, നാമം, രൂപം, ഇങ്ങനെ 5 കാര്യങ്ങളാണ് ഒരു വസ്തുവിൻ്റെ ഭാവത്തെ പറയുന്നത്. അതിൽ അസ്ഥി, ഭാതി, പ്രിയം എന്നുള്ളത് സത്ത്, ചിത്ത്, ആനന്ദം എന്നതിനോട് ചേർന്നിരിക്കുന്നതാണ്. അതൊരു കാലത്ത് മാറ്റമില്ലാത്തതാണ്. എന്നാൽ നാമരൂപങ്ങൾ മാറിക്കൊണ്ടിരിക്കും. നാമരൂപങ്ങൾ ഒരിക്കലും സത്തിൻ്റെ അംശമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല, അംശങ്ങളല്ല. അതുകൊണ്ട് എന്തുകൊണ്ടാണ് സത്ത്, അതെ, മറ്റേത് പ്രപഞ്ചമാണ്. നാമരൂപം കൽപ്പിതങ്ങളാണ്, കൽപ്പിക്കപ്പെട്ടതാണ്. ഇപ്പം നമ്മളൊരു കുടം, മണ്ണുണ്ട് കുടം ഉണ്ടാക്കി. അതിൻ്റെ അസ്ഥി, ഭാതി, പ്രിയം എന്ന് പറയുന്നത് മണ്ണാണ്. ആ മണ്ണാണ് മുഴുവൻ. കുടം എന്ന വസ്തു വാസ്തവത്തിലില്ല. കുടം എന്നുള്ളൊരു രൂപവും ആ കുടം എന്നുള്ളൊരു പേരും നാമം അത് കൽപ്പിതമാണ്. വാസ്തവത്തിൽ കുടം എന്ന് പറഞ്ഞാൽ എന്താ? മണ്ണ് മാത്രമാണ്, അല്ലേ? കുടം എന്നുള്ള പേര് കൽപ്പിക്കപ്പെട്ടു. കുടത്തിന് ഞാൻ പോട്ടെന്ന് വിളിച്ചു, അല്ലെങ്കിൽ ഘടമെന്ന് വിളിച്ചു. എനിക്ക് പേരുകൾ മാറിക്കൊണ്ടിരിക്കും. നാമം എന്തെങ്കിലും കൽപ്പിക്കപ്പെട്ടതാണ്. അതിൻ്റെ ആകൃതി അതും കൽപ്പിതമാണ്. കുടം പൊട്ടിയാലും മണ്ണ്, കുടമായിട്ടിരിക്കുമ്പോഴും മണ്ണ്, കുടം ഉണ്ടാക്കുന്നതിന് മുമ്പും മണ്ണേ ഉള്ളൂ. അപ്പോൾ മണ്ണ് മാത്രമാണ് സത്യം. കുടം ഇത് മൃത്തികത്തേവ സത്യം എന്ന് നമ്മൾ പറയുമല്ലോ. ശ്ലോകം വാചാരംഭണം വികാരോ നാമധേയം മൃത്തികത്തേവ സത്യം. അതായത് വാചാരംഭണം വികാരോ നാമധേയം. നാമരൂപങ്ങളൊക്കെ വാചാരംഭണമാണ്, കൽപ്പിക്കപ്പെട്ടിരിക്കുന്നതാണ്. മൃത്തികത്തേവ സത്യം, മണ്ണ് മാത്രമാണ് സത്യം. ഒരു കുടം എന്ന് പറയുന്നത് നമ്മൾ കൽപ്പിച്ചിരിക്കുന്ന ഒരു സംഗതിയാണ്. കുടം എന്നൊരു ആകൃതിയെയും നാമത്തെയും നമ്മൾ കൽപ്പിച്ചിരിക്കുക. വാസ്തവത്തിൽ മണ്ണ് മാത്രമേ ഉള്ളൂ അവിടെ. അതുപോലെ സത്ത് മാത്രമേ ഉള്ളൂ. നാമരൂപങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ അംശം എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ കുടവും കുടത്തിൻ്റെ ആ പേരും ആ മണ്ണിൻ്റെ അംശവും നമുക്ക് പറയാൻ പറ്റില്ല. അത് കൽപ്പിതമാണ്. അത് തന്നെയാണ്. അത് മണ്ണ് മാത്രമാണ്. അതുപോലെ തന്നെ സൃഷ്ടിക്ക് മുമ്പ് സത്ത് മാത്രമായിരുന്നു. ഇപ്പോൾ നാമരൂപങ്ങൾ കൽപ്പിതമായതുകൊണ്ട് അതൊരു കാലത്തും ഇല്ല. അതുകൊണ്ട് അംശമൊന്നും നമുക്ക് തന്നെ പറയാൻ സാധിക്കില്ല.
അതാണ് ഈ പദ്യം കൊണ്ട് പറയും. സതോ നാവയവാശങ്ക്യാസ്തംശസ്യാനുരൂപണാത് നാമരൂപേണ തസ്യാംശൗ തയോരദ്യാപ്യനുദ്ഭവാത് നാമരൂപോദ്ഭവസ്യൈവ സൃഷ്ടിത്വാത് സൃഷ്ടിതത്പുരാ നതയോരുദ്ഭവസ്തസ്മാത് നിരംശസദ്യഥാവിയത് നാമരൂപോദ്ഭവസ്യ ഏവ സൃഷ്ടിത്വാൽ സൃഷ്ടിതഃ പുരാഃ നതയോഃ ഉദ്ഭവസ്തസ്മാത് നിരംശം സത് അഥ യഥാ വിയത് എന്നാണ് വാക്കുകൾ. നാമരൂപോദ്ഭവസ്യ ഏവ നാമരൂപങ്ങളുടെ ഉത്ഭവത്തിന് തന്നെ സൃഷ്ടിത്വം എന്നൊരു കാരണം കൊണ്ട് സൃഷ്ടിതഃ പുരാ സൃഷ്ടിക്ക് മുൻപേ നതയോഹ ഉത്ഭവ രണ്ടിൻ്റെ ഉത്ഭവമില്ല. അപ്പം നാമരൂപങ്ങളുടെ ഉത്ഭവത്തിന് തന്നെ എന്താ സൃഷ്ടി എന്നൊരു കാരണം അല്ലേ? സൃഷ്ടി ഉണ്ടെങ്കിൽ സൃഷ്ടിക്ക് മുമ്പ് സത്ത് മാത്രമായിരുന്നു. സൃഷ്ടി വരുമ്പോഴേ നാമരൂപങ്ങൾ ഉണ്ടാകുന്നുള്ളൂ. അപ്പം നാമരൂപങ്ങളുടെ ഉത്ഭവത്തിന് എന്താണ്? സൃഷ്ടിക്ക് മുമ്പേ ഉത്ഭവമില്ല, സൃഷ്ടി വേണം. സൃഷ്ടി ഉള്ളപ്പോഴേ നാമരൂപങ്ങൾ എന്ന് പറയാൻ സാധിക്കുന്നു. സൃഷ്ടിക്ക് മുമ്പ് നാമരൂപങ്ങളില്ല. തസ്മാത് സത് നിരംശം, അതുകൊണ്ട് സത്വസ്തു നിരംശമാണ്, അംശമല്ല. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതുകൊണ്ട് സത്ത് അംശമുള്ളതാണെന്ന് പറഞ്ഞാൽ പറ്റില്ല. എന്തുകൊണ്ട്? യഥാവിയത്, ആകാശം പോലാണ്. ആകാശമല്ല, ആകാശം പോലെ. ആകാശവും ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആകാശമാണ്. ആ ഒരു ഉപമിക്കാൻ സാധിക്കുകയാണെങ്കിൽ സത്വസ്തുവിനെ എന്തെങ്കിലും രീതിയിലൊന്ന് ഉപമിക്കാൻ സാധിച്ചാൽ അതും പൂർണ്ണമല്ല ആ ഉപമ, എങ്കിലും ഏതാണ്ട് അടുത്ത് നിൽക്കുന്ന ആകാശമാണ്. ഉപമകളൊന്നും ചേരില്ല അവിടെ. എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ആകാശമാണ്. ആകാശം നിരവയവമാണ്. ആകാശത്തിന് അവയവങ്ങളില്ല. എല്ലായിടത്തും പൂർണ്ണമായി നിറഞ്ഞു നിൽക്കുന്ന, എല്ലാത്തിനും ഇരിക്കാൻ ഇടം കൊടുക്കുന്ന ഒരു വസ്തുവാണ് ആകാശം. അപ്പോൾ ആകാശത്തിൽ അവയവമില്ലാത്തതുപോലെ സത്വസ്തുവിനും അംശങ്ങളില്ല, അവയവങ്ങളില്ല. ബാക്കി വസ്തുക്കളെല്ലാം നാമരൂപങ്ങളൊക്കെ ഉണ്ടാകുന്ന സൃഷ്ടിയോട് ചേർത്തുകൊണ്ട് മാത്രമേ നാമരൂപങ്ങളെ പറയാൻ സാധിക്കുന്നു. അതും കൽപ്പിതമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വാസ്തവത്തിൽ അതിനുള്ള സത്തയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. സത്വസ്തു അംശരഹിതമാണ്, അവയവരഹിതമാണ്. അതുകൊണ്ട് സ്വഗതഭേദം അതിനില്ല എന്നാണ് ഏക ശബ്ദം കൊണ്ട് അവിടെ നമ്മൾ ആദ്യം പറഞ്ഞു. ഇനി സദന്തരം സജാതീയം നവൈലക്ഷണ്യവർജനാത് നാമരൂപോദ്ബാധിഭേദം വിനാ നൈവ സദോഭിത. സദന്തരം സജാതീയം വൈലക്ഷണ്യവർജനാത് നാമരൂപ ഉപാധിഭേദം വിനാ നാമരൂപ ഉപാധിഭേദം വിനാ സതഃ ഏവ സതഃ സദഭിധാന ഏവ സജാതീയം സദന്തരം. ഇപ്പോൾ സജാതീയം സദന്തരം എന്ന് പറഞ്ഞാൽ സജാതിയിൽപ്പെട്ട നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാവും പ്ലാവിൻ്റെ ഉദാഹരണം പറയണം. ഒരേ ജാതിയിൽപ്പെട്ട അന്യവസ്തു, അതാണ് സജാതീയം എന്ന് പറയുന്നത്, അന്യവസ്തു. വൈലക്ഷണ്യവർജനാത് വൈലക്ഷണ്യം ലക്ഷണഭേദത്തിൻ്റെ അഭാവം കൊണ്ടല്ല. അതായത് ഇപ്പോൾ പറഞ്ഞത് നേരത്തെ പറഞ്ഞു സ്വഗതഭേദമില്ല, സത്യന് അവയവമൊന്നുമില്ല, അംശമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിന് സ്വഗതഭേദമില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സജാതീയ ഭേദം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാമല്ലോ. അപ്പം സജാതീയം വരണമെങ്കിൽ എന്ത് വേണം? വൈലക്ഷണ്യവർജനാത് എന്ന് പറയും. അതുകൊണ്ട് എന്തെന്നാൽ സജാതീയ ഭേദം വരണമെങ്കിൽ വിലക്ഷണമായ മറ്റൊന്ന് ഉണ്ടായിരിക്കണം. അപ്പോൾ പ്ലാവിന് വിലക്ഷണമായ ഒരു മാവ് ഉണ്ടാകുമ്പോഴാണ് സജാതീയം ഉണ്ടാകുന്നത്. അപ്പം ഇവിടെ അങ്ങനെ പറയാൻ സാധിക്കത്തില്ല. കാരണം സത്തിൽ നിന്ന് തന്നെ വേറൊരു ഭേദം കൽപ്പിക്കാൻ സാധിക്കില്ലല്ലോ. സത്ത് എപ്പോഴും ഏകവസ്തു ആയിട്ടിരിക്കുന്നു. ആ വസ്തു അതിൽ നിന്ന് വിലക്ഷണമായ മറ്റൊന്നിനെ കൽപ്പിക്കുക അവിടെ അസ്തിത്വത്തിൽ സത്തിനൊരിക്കലും പറയാൻ സാധിക്കില്ല. കാരണം സത്ത് ആകാശം പോലെ എല്ലായിടത്തും വ്യാപിച്ച് നിരവയവമായിരിക്കുന്ന സത്തിൽ വിലക്ഷണമായി മറ്റൊന്നിനെ കൽപ്പിക്കാൻ ഒരിക്കലും സാധിക്കുന്നില്ല. സത്തിൽ നിന്ന് അന്യമായ വേറൊരു സത്ത് വേണം അപ്പോൾ, അല്ലേ? ഇപ്പം മാവെന്ന വൃക്ഷത്തിൽ നിന്ന് അന്യമായി പ്ലാവെന്ന വേറൊരു വൃക്ഷം വേണം. അപ്പം സത്തെന്ന ആ സത്വസ്തുവിൽ നിന്ന് ഭിന്നമായി വേറൊരു സത്ത് വേണമെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും യുക്തിയല്ല, അതൊരിക്കലും ഇല്ല, സാധ്യമല്ല. അപ്പോൾ അതിനിപ്പോൾ ചിലപ്പോൾ സംശയം തോന്നാം.
നാമരൂപ ഉപാധിഭേദം വിനാ നൈവ സതോപിത. ഇപ്പം ചോദിക്കാം. ഇപ്പം കുടം ഒരു സത്ത്, വസ്ത്രം വേറൊരു വസ്തു, ഇപ്പം രണ്ട് സത്തുക്കൾ, രണ്ട് ഉണ്മയില്ല അവിടെ എന്നൊക്കെ ചോദിക്കാം. പക്ഷെ അത് നാമരൂപങ്ങളാണ്. ആ ഉപാധി, നാമരൂപമുള്ള ഉപാധി. ഇപ്പോൾ ആകാശം എന്ന് പറയാം, ഒരു കുടത്തിനകത്ത് ആകാശമുണ്ട്, ഒരു മുറിക്കകത്ത് ആകാശമുണ്ട്, സ്പേസ് ഉണ്ട്. ഇപ്പോൾ കുടവും മുറിയും വേറെയല്ലേ, രണ്ട് സത്തയില്ലേ അവിടെ എന്ന് സംശയം വരാം. പക്ഷെ കുടത്തിനകത്തെ ആകാശവും മുറിക്കകത്തെ ആകാശവും ആകാശം എന്ന രീതിയിൽ ഒന്ന് തന്നെയാണ്. അതിന് രണ്ട് ഭേദമില്ല. ഭേദം തോന്നുന്നത് എന്തുകൊണ്ടാണ്? കുടമെന്ന ഉപാധി കൊണ്ടും ഭിത്തി എന്ന ഉപാധി കൊണ്ടുമാണ് ആകാശത്തിനവിടെ ഭേദം തോന്നുന്നത്. അല്ലാതെ സജാതീയ ഭേദം ഒരിക്കലും സത്തിൽ കൽപ്പിക്കും. കാരണം സത്തിൽ നിന്ന് അന്യമായ മറ്റൊരു സത് വസ്തുവിനെ അവിടെ അസ്തിത്വം കൽപ്പിക്കാൻ സാധ്യമല്ല. സദന്തരം സജാതീയം നവൈലക്ഷണ്യവർജനാത് നാമരൂപാദിഭേദം വിനാനേവ സദോഭിത. ഇനി ഇപ്പോൾ സജാതീയ സ്വഗതഭേദവുമില്ല, സജാതീയ ഭേദവുമില്ല എന്ന് പറഞ്ഞു. ഇനി വിജാതീയ ഭേദമുണ്ടോ? വിജാതീയമസത്തത്തു ന ഖൽവസ്തീതി ഗമ്യതേ നാസ്യാത പ്രതിയോഗിത്വം വിജാതീയാൽഭിതാകുത. വിജാതീയം അസത് തത് തു അസത് ഇതി ഗമ്യതേ അതഃ അസ്യ പ്രതിയോഗിത്വം ന വിജാതീയ പിതാകുതഃ. ഇപ്പോൾ ഒരു വസ്തുവിന് വിജാതീയ ഭേദം ഉണ്ടാകണമെങ്കിൽ എന്ന് പറയും, വൃക്ഷം എന്ന വസ്തുവിൽ വിജാതീയമായിട്ടൊരു പാറയുണ്ട് എന്ന് പറഞ്ഞു. അതായത് അതിൽ നിന്നും പരിപൂർണമായിട്ടും വിപരീതമായൊരു വസ്തു ഉണ്ടാവണം, എങ്കിലേ വിജാതീയ ഭാവം ഉണ്ടാവുള്ളൂ. വൃക്ഷത്തിന് വിപരീതമായ ഒരു മൃഗം അല്ലെങ്കിൽ ഒരു കല്ല്, അതൊക്കെ വിജാതീയമാണ്. വിപരീതമായ മറ്റൊരു അസ്തിത്വം അവിടെ കൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മാത്രമേ അവിടെ വിജാതീയത പറയാൻ സാധിക്കുള്ളൂ. എന്നാൽ ഇവിടെ വിജാതീയം അസത്ത്. വിജാതീയം എന്ന് പറഞ്ഞാൽ അസത്താണ് അല്ലേ? വിജാതീയം എന്നുള്ള അസത് വസ്തു ആണെന്ന് പറയേണ്ടത്. സത്തിൻ്റെ വിജാതീയം എന്താ? അസത്താണ്. സത്തല്ലാത്ത എന്താണ്? അസത്ത്. അപ്പം അസത്ത് ഉണ്ടെന്ന് പറയേണ്ടി വരും. അങ്ങനെയാണ്. അസത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? ഇല്ലായ്മ ഇല്ലാത്തത് ഉണ്ട് എന്ന് പറയുന്ന പോലെ ആയിപ്പോൾ ഇല്ലാത്തത് ഉണ്ടെന്ന് പറയേണ്ടി വരും. അപ്പോൾ അതിനും ഉണ്മ കൊടുക്കുന്ന ആരാവും? സത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് വിജാതീയ ഭേദം. അതുകൊണ്ട് എങ്ങനെ ഉണ്ടാവും? അതാണ് പ്രയോഗിത്വം. വിപരീത വസ്തു ഇല്ല. സത്തിന് വിപരീതമായിട്ട് സത്തേ ഉള്ളൂ. ഇപ്പോൾ പറഞ്ഞു സൃഷ്ടിക്ക് മുമ്പ് സത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അസത്തുണ്ടോ? അസത്തുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇല്ലായ്മ ഇല്ലാത്തതുണ്ടെന്ന് പറയേണ്ടി വരും. അതൊരിക്കലും പരസ്പര വിരുദ്ധമാണ് അല്ലേ? ഇല്ലാത്തതുണ്ടെന്ന് പറയുന്നത് പരസ്പര വിരുദ്ധമാണ്. അതുകൊണ്ട് അത് പ്രതിയോഗിയില്ല. സത്തിന് അസത്തെന്നൊരു പ്രതിയോഗി അവിടെ കൽപ്പിക്കാൻ സാധിക്കുന്നില്ല. പിന്നെ എങ്ങനെ വിജാതീയ ഭേദം ഉണ്ടാകാം എന്ന് ചോദിക്കുകയാണ്. ഏകമേ വാദ്വിതീയം സൽ സിദ്ധമാത്രതു കേചന വിഹ്വല അസദേവേദം പുരാസീത്യവർണയൻ. പുരാസീത് ഇതി അവർണയൻ. അതായത് അസദേവ ഇതം പുരാ ഇതം അസദേവ ഇതം പുരാസീത്. ചാന്തോക്യത്തിൽ അത് ഇപ്പം ഏകവും അദ്വിതീയവുമായിട്ടുള്ള സത്തിനെക്കുറിച്ച് അതിൻ്റെ ഭേദങ്ങളൊന്നുമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു. സ്വഗത ഭേദമോ സജാതീയ ഭേദമോ വിജാതീയ ഭേദമോ ഇല്ലെന്ന് യുക്തിപൂർവം നിരൂപണം ചെയ്തു. എന്നാൽ ചിലർക്ക് ഇത് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. ചിലർക്കിത് അംഗീകരിക്കാൻ സാധിക്കാത്തതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? പുരാ ഇതം അസദേവ ആസീദിതി. സൃഷ്ടിക്ക് മുമ്പ് ഇത് അസത്ത് തന്നെ ആയിരുന്നു ചിലർ അതിനെ വ്യാഖ്യാനിക്കുന്നു. ഇപ്പോൾ സദൈവ അഗ്ര ആസീതെന്ന് പറഞ്ഞ് സൃഷ്ടിക്ക് മുമ്പ് സദൈവ സൗമ്യ ഇതം അഗ്ര ആസീതെന്ന് ഉപനിഷത്തിൽ പറഞ്ഞതിനെ ചിലർ വ്യാഖ്യാനിക്കുന്ന എങ്ങനെ? അസത് തന്നെയായിരുന്നു, അസത്തായിരുന്നു. പുരാ ഇതം അസദേവ. ഇത് സൃഷ്ടിക്ക് മുമ്പ് സത്തെന്നല്ല അവർ പറയുന്നത്. സൃഷ്ടിക്ക് മുമ്പ് അസത്ത് തന്നെയായിരുന്നു, ഒന്നും ഇല്ലായ്മയായിരുന്നു, ഇല്ലാത്തതായിരുന്നു. സൃഷ്ടിക്ക് മുമ്പ് ഇല്ലാത്തതായിരുന്നു, അസത്തായിരുന്നു എന്ന് ചിലർ വാദിക്കും. ഈ വാദിക്കുന്നത് ഇവരാണ്, ബൗദ്ധന്മാരാണ്. ഈ മാധ്യമീയ ശൂന്യവാദികളാണ്. സൃഷ്ടിക്ക് മുമ്പ് ശൂന്യമായിരുന്നു, ഒന്നുമില്ല, അസത്തായിരുന്നു എന്ന് വാദിക്കുന്ന മാധ്യമിക ബൗദ്ധന്മാരാണ്. ഇപ്പം ബുദ്ധന്മാർ തന്നെ 4 തരത്തിലുണ്ട്: സൗത്രാന്തികം, വൈഭാഷികം,
മാധ്യമികം, യൗകികം, ഇങ്ങനെ 4 തരത്തിൽ ബുദ്ധൻ 4 ശിഷ്യന്മാർക്ക് ഉപദേശം കൊടുത്തു. 4 പേരും 4 രീതി മനസ്സിലാക്കി 4 വഴിക്ക് പോയെന്ന് ആചാര്യസ്വാമികൾ ബ്രഹ്മസൂത്രത്തിൽ ഒരു പരിഹാസരൂപേണ പറയുന്നുണ്ട്. ഈ 4 പേരും 4 സിദ്ധാന്തമാണ് പറയുന്നത്. അതിൽ ഈ മാധ്യമിക ബൗദ്ധന്മാരാണ് ശൂന്യവാദത്തിൻ്റെ, അതായത് ശൂന്യമാണ് എല്ലാം, ശൂന്യമാണ് സത്യം എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ പറയുന്നു അറിയില്ല, ബുദ്ധൻ മിണ്ടായിരുന്നു. ആ ബുദ്ധൻ്റെ മൗനത്തെ ഇവർ 4 പേരും 4 രീതിയിൽ വ്യാഖ്യാനിച്ചു. അപ്പോൾ അവരിൽ മാധ്യമങ്ങൾ പറയുന്നു ഈ എന്താ അസത്തായിരുന്നു, സൃഷ്ടിക്ക് മുമ്പ് അസത്തായിരുന്നു എന്ന് മാധ്യമികന്മാരുടെ വാദമുണ്ട്. അപ്പോൾ അതിനെ ഖണ്ഡിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതിനെ ഖണ്ഡിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ മാധ്യമിക ബൗദ്ധമതത്തെക്കുറിച്ച് ഇവിടെ ഈ ഗോപാലൻ നായർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വായിക്കാം ആ ഭാഗം. അപ്പോൾ സുഷുപ്തിയിൽ നിന്ന് ഉണർന്നവൻ ഞാൻ ജഡനായി ഉറങ്ങി എന്ന് പറയുന്നു. അതിനാൽ ആത്മാവ് ജഡരൂപമെന്ന് സിദ്ധിക്കുന്നു. ഇപ്പോൾ സുഷുപ്തിയിൽ ഉറക്കത്തിൽ നിന്ന് ഒരാൾ എണ്ണീറ്റ് വരുമ്പോൾ അയാൾ പറയുന്നു ഞാൻ ജഡനായി ഉറങ്ങി. ഒന്നും അറിയാതല്ല ഉറങ്ങുന്നത്. ഒന്നും അറിയായിക, ഒന്നും ഇല്ലായ്മയാണ് അവരവിടെ എടുത്തിരിക്കുന്നത്. അപ്പം ജഡനായി ഉറങ്ങി എന്നുണ്ടാകുന്ന ഒരു അറിവ് ഉണർന്നു വരുമ്പോൾ അറിയുന്നുണ്ട്. ആ അറിവ് എന്താ? സ്മൃതി, ഓർമ്മയായതുകൊണ്ട് ആത്മാവ് സുഷുപ്തിയിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ജഡമായ ആത്മാവാണ്, അത് ശൂന്യമാണ്. ശൂന്യം അവിടെ പ്രകാശിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പം ഇങ്ങനെ പ്രകാശത്തെ ആത്മാവിനെ അവർ പ്രകാശരൂപമായും അപ്രകാശരൂപമായും ഇരിക്കുന്നു. ഇപ്പോൾ മിന്നാമിനിങ്ങിയുടെ ഒരംശം പ്രകാശമായി മറ്റൊരംശം അപ്രകാശമായി ഇരിക്കും പോലെ ആത്മാവിൻ്റെ ഒരംശം പ്രകാശമായി മറ്റൊരംശം അപ്രകാശമായി ഇരിക്കുമെന്ന് പറയുമ്പോൾ ആത്മാവിന് അംശമുണ്ടെന്ന് സ്വീകരിക്കേണ്ടതായിട്ട് വരും, അല്ലേ? ഒരംശം പ്രകാശിക്കുന്നു, ഒരംശം പ്രകാശിക്കാതിരിക്കുന്നു. അപ്പോൾ അംശമുണ്ടെന്ന് പറയേണ്ടി വരും. അപ്പോൾ അംശമുണ്ടോ? എന്താ പ്രശ്നം? അംശമുണ്ടെങ്കിൽ അംശങ്ങളോട് കൂടിയ പദാർത്ഥങ്ങൾ ഉൽപ്പത്തി നാശങ്ങളുള്ളവയാണ്. അംശമുള്ളതൊക്കെ ഉണ്ടായി നശിക്കുന്നതാണ്. ഇതിനൊക്കെ അവയവങ്ങളുണ്ടോ അത് ഉണ്ടാകുകയും നശിക്കുകയും ചെയ്യുന്ന വസ്തുക്കളാണ്. അത് പദ്യമുണ്ട്. അവയവത്തോട് കൂടിയാൽ അതിന് ഉൽപ്പത്തിയുമുണ്ട് നാശം. അപ്പോൾ ആത്മാവിന് ഉൽപ്പത്തിയും നാശവും ഉണ്ടെന്ന് പറയേണ്ടി വരും. ഇത് മാധ്യമങ്ങളുടെ വാദമാണ്. അപ്പോൾ ആത്മാവ് അംശത്തോട് കൂടിയതുകൊണ്ട് അതിന് ഉൽപ്പത്തി നാശം ഉണ്ടെന്ന് പറയേണ്ടി വരും. അപ്പോൾ ഉൽപ്പത്തി നാശം ഉള്ള വസ്തുക്കൾ ഉൽപ്പത്തിക്ക് മുമ്പും നാശത്തിന് ശേഷവും അസത്തുക്കളാണ്, അല്ലേ? ഒരു വസ്തു ഉണ്ടാകുന്നതിന് ഉണ്ടാകലും നശിക്കലും ഉണ്ടെന്ന് വിചാരിക്കും ഒരു വസ്തുവിന്. അപ്പോൾ ഉണ്ടാകുന്നതിന് മുമ്പ് വസ്തു അസത്തായിരുന്നു, ഇല്ലായിരുന്നു, അല്ലേ? നശിച്ചു കഴിഞ്ഞിട്ടോ അപ്പോഴും ഇല്ല. കുട ഉണ്ടാകുന്നതിന് മുമ്പ് കുട അസത്തായിരുന്നു, അവരുടെ വാദം അസത്തായിരുന്നു. കുട നശിച്ചു കഴിഞ്ഞപ്പോഴും അസത്താണ്. അതുകൊണ്ട് എന്താണ്? അസത്താണ് സത്യം എന്നാണ് അവർ പറയുന്നത്. അത് ആദ്യന്തങ്ങൾ അസത്തുക്കളായിരുന്നതും ആദ്യം അസത്തായിരുന്നതും ഒടുവിൽ അസത്തായിരുന്നതും എന്തായിരിക്കണം? നടുക്കും അസത്തായേ പറ്റൂ. അതാണ് മാധ്യമികരുടെ വാദം. കുട ഉണ്ടാകുന്നതിന് മുമ്പ് അതില്ല, കുട നശിച്ചു കഴിഞ്ഞും അതില്ല. അപ്പോൾ ഇടയ്ക്കുള്ള ഭാഗം എന്ന് പറയുന്നത് എന്താണ്? അതും ഇല്ലാത്ത തന്നെയാണ്, ശൂന്യമാണ്. കുട ഉണ്ടാകുന്നതിന് മുമ്പ് ശൂന്യം, കുട നശിച്ചു കഴിഞ്ഞ് ശൂന്യം. അപ്പോൾ ഇടയ്ക്കുള്ളതും ശൂന്യം തന്നെയാണെന്നാണ് മാധ്യമികർ പറയുന്നത്. അതുകൊണ്ട് ആത്മാവെന്ന് പറഞ്ഞാൽ അസത്താണ്, സത്തല്ല, അസത്താണ് എന്ന് അവർ വാദിക്കുന്നു. അപ്പോൾ ഇങ്ങനെ എല്ലാ വസ്തുക്കളും ഉൽപ്പത്തിനാശങ്ങളോട് കൂടി ആയതുകൊണ്ട് എന്താണ്? അസത്താണ്. അതുകൊണ്ട് ആത്മാവും അനാത്മാക്കളും എല്ലാം ശൂന്യമാണ്. ഒന്നും ശൂന്യം തന്നെയാണ് സത്യം, ശൂന്യമാണ് പരമാർത്ഥം എന്നാണ് മാധ്യമിക ബൗദ്ധന്മാരുടെ വാദം. അവർ ശൂന്യവാദികൾ എന്ന് വിളിക്കുന്ന അതാണ്. അവർ അസത്വാദികളാണ്. ശൂന്യം ആണ് സത്യം, ശൂന്യമേ ഉള്ളൂ എന്നാണ് അവർ പറയുന്നത്. ഇനി അതിനെ ആചാര്യൻ ഇവിടെ ഇങ്ങനെയാണ് പറയുന്നതിന്: മഗ്നസ്യാബ്ധൗ യഥാക്ഷാണി വിഹ്വലാനി തഥാസ്യധി അഖണ്ഡേകരസം ശ്രുത്വാ നിഷ്പ്രചാരാ ബിഭേദ്യത. മഗ്നസ്യ അബ്ധൗ യഥാ അക്ഷാണി അക്ഷാണി വിഹ്വലാനി തഥാ അസ്യ ധീഹി അഖണ്ഡേക രസസംശ്രുത്വാ നിഷ്പ്രചാര ബിഭേദി അതഃ. അതായത് അബ്ധോമഗ്നസ്യ, ഒരാൾ കടലിൽ മുങ്ങി എന്ന് വിചാരിക്കുക. കടലിൽ മുങ്ങിയവൻ്റെ അക്ഷാണിയഥ, കടൽ വെള്ളത്തിൽ മുങ്ങിപ്പോയ ഒരാളുടെ അക്ഷാണിയഥ, അക്ഷരം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ, അക്ഷങ്ങൾ.
ഇന്ദ്രിയങ്ങൾ എപ്രകാരമാണോ വിഹ്വലാനി അവശങ്ങളായി പോകുന്നത്. ഒരാൾ വെള്ളത്തിൽ വീണു, കടലിൽ മുങ്ങിപ്പോയ ഒരാളുടെ ഇന്ദ്രിയങ്ങൾ വിഹ്വലമാകും, പ്രവർത്തിക്കില്ല. എങ്ങനെയാണോ കടലിൽ പോകുന്ന ഒരാളുടെ ഇന്ദ്രിയങ്ങൾ വിഹ്വലങ്ങളാകുന്നത്, ക്ഷീണിച്ചു പോകുന്നത്, അവശങ്ങളാകുന്നത്, തഥാ അസ്യതി അപ്രകാരം ഈ പറഞ്ഞ മാധ്യമിക ബൗദ്ധൻ്റെ ബുദ്ധി ഏത് കടലിലാണ് വീണ് പോയത്? അഖണ്ഡേകരസം ശ്രുത്വ, അഖണ്ഡവും ഏകവുമായിട്ടുള്ള, അല്ലെ, ഏകമേവാദ്വിതീയം എന്നാണ് പറഞ്ഞത്. അഖണ്ഡവും ഏകവുമായിട്ടുള്ള ആ സത്വസ്തുവിനെ കുറിച്ച് കേട്ടപ്പോൾ അവരുടെ മനസ്സിൽ അവരാകെ വിഹ്വലരായി, പേടിച്ചുപോയി, അവരാകെ ഭയന്നുപോയി. എന്താ നിഷ്പ്രചാര, അതിൽ പ്രവേശിക്കാതായിട്ട് അതഹ ബിഭേദി, അതിൽ തന്നെ ഭയപ്പെട്ടു പോയി. അപ്പോൾ ഏകമേവ സദൈവ ആസീത് എന്ന് പറഞ്ഞു. സൃഷ്ടിക്ക് മുമ്പ് സത്ത് മാത്രമേ ഉള്ളൂ, അത് ഏകവും അദ്വിതീയമായതാണ് എന്ന് ഉപനിഷത്ത് പറഞ്ഞത് കേട്ടിട്ട് ആര് ഭയന്നുപോയി? ഈ മാധ്യമിക ബൗദ്ധന്മാർ ഭയന്നുപോയി. കാരണം അവർ കടലിൽ വീണ് മുങ്ങി ശ്വാസം കിട്ടാതെ ഇന്ദ്രിയങ്ങളൊക്കെ വിഹുലമായ ആളുകളെ പോലെ ഏകവും അദ്വിതീയമായ ബ്രഹ്മത്തെക്കുറിച്ച് കേട്ടപ്പോൾ ഈ ബൗദ്ധന്മാർ വിറച്ച് ഭയപ്പെടാൻ തുടങ്ങി എന്ന് ആചാര്യൻ അവരെ പരിഹസിച്ചുകൊണ്ട് പറയുകയാണ്. ഇപ്പോൾ പൂർവപക്ഷം ആണ് അവർ ഉന്നയിച്ചത്. അത് എന്തുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞു വെച്ചാൽ അവർ ഭയന്നുപോയി. അവർക്ക്, കാരണം അവർ ശൂന്യവാദികളാണ്, ഒന്നുമില്ല എന്ന് വാദിക്കുന്നത്. അപ്പോൾ ഉണ്ട് എന്നുള്ളതിനെ കേട്ടപ്പോൾ അവർക്ക് ഭയമായി. ഒരു വസ്തു ഉണ്ട് ഇല്ല എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്നവർ അങ്ങനെയല്ല, സത് ഏകമേവാദ്വിതീയം എന്ന് കേട്ടപ്പോൾ അവർ ഭയന്നുപോയി എന്ന് ആചാര്യൻ ഇവിടെ അവരെ കുറിച്ച് പറയുന്നു. ഗൗഡാചാര്യൻ നിർവികൽപ്പേ സമാധാവന്യയോഗിനാം സാകാര ബ്രഹ്മനിഷ്ഠാനാം അത്യന്തം ഭയമോചിതേ. ഇനി ഇവർ മാത്രമല്ല ഭയന്നത്, സാകാര ബ്രഹ്മനിഷ്ഠാനാം, ഇപ്പം ബ്രഹ്മത്തെ ആകാരത്തോടുകൂടി ഉപാസിക്കുന്ന സഗുണബ്രഹ്മ സഗുണോപാസകരായിട്ടുള്ള ആൾക്കാരും. അപ്പം ഗൗഡാചാര്യൻ ആര് പറയുന്നു? ഗൗഡാചാര്യൻ, നമ്മുടെ ഗൗഡപാദാചാര്യർ, മാണ്ഡൂക്യ കാരിക എഴുതിയ ഗൗഡപാദാചാര്യർ കാരികയിൽ പറയുന്നതായിട്ടാണ് പറയുന്നത്. അതായത് ആർക്കാണ്? സാകാര ബ്രഹ്മനിഷ്ഠാനാം അന്യയോഗിനാം. സാകാര ആകൃതിയോട് കൂടിയ സകളബ്രഹ്മത്തെ അല്ലെങ്കിൽ സഗുണബ്രഹ്മത്തെ അതിൽ നിഷ്ഠയുള്ള അന്യയോഗികൾ, ഈ മാധ്യമ ബൗദ്ധന്മാരെ കൂടാതെ സഗുണോപാസകരായിട്ടുള്ള അന്യയോഗികൾക്കും എന്താണ്? നിർവികൽപ്പേ സമാധവും, നിർവികൽപ്പ സമാധിയിൽ അത്യന്തം ഭയമോചിതേ. എന്നാര് ആരാ ഊചിതേ? ഗൗഡാചാര്യൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ സഗുണോപാസകർക്ക് നിർവികൽപ്പ സമാധിയെ ഭയമാണ്, താനില്ലാതായി പോകുമോ എന്ന് പേടിച്ചു. അവിടെ വിഷയങ്ങളെല്ലാം ഏറ്റവും ഒന്നുമില്ലാത്ത ആ കേവല ആ സദ്ഭാവത്തിലോട്ട് പോകുമ്പോൾ അവർക്ക് പേടിയാണ്, ഇല്ലാതായി പോകുമെന്നുള്ള ഭയമുണ്ട്. അതുകൊണ്ട് അവരും അതിനെ ഭയക്കും. ഈ നിർവികൽപ്പ സമാധിയിൽ വിഷയങ്ങളും പ്രപഞ്ചം മുഴുവൻ അസ്തമിച്ച് സത്വസ്തു മാത്രമായി പ്രകാശിക്കുന്ന സ്ഥിതിയാണ് നിർവികൽപ്പം. ആ സ്ഥിതിയെ ആര് ഭയക്കുന്നു? സാകാര അവർക്കെന്താ താല്പര്യം? ഇപ്പം ഒരു വിഷ്ണുവിനെ ഉപാസിക്കുന്ന ഒരാൾക്ക് വിഷ്ണുവിൻ്റെ രൂപം സ്മരിച്ച് വിഷ്ണുവിനെ എപ്പോഴും വിഷ്ണുവിൻ്റെ ആ മനോഹര രൂപത്തിൽ സങ്കല്പിച്ച് വിഷ്ണു ലോകത്തിൽ പോവുക, അങ്ങനെയുള്ള സങ്കല്പം അവർക്കുള്ളൂ. അല്ലാതെ നിർവികൽപ്പ സമാധി എന്നുള്ളൊരു ആശയം അവർക്കില്ല. ശിവനെ ഉപാസിക്കുന്നവർ ശിവൻ്റെ രൂപത്തിലും ഭാവത്തിലും മനസ്സിനെ കൊണ്ടുവന്ന് ശിവലോകത്തിൽ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം അന്ധകരണ ശുദ്ധി വരുത്തി ജ്ഞാനം സമ്പാദിച്ച് മോക്ഷം നേടുക എന്നുള്ളതാണ് അവർ മനസ്സിലാക്കാതെ അവർ സാകാരത്തിൽ തന്നെ നിൽക്കുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ഉയരുന്നില്ല. സാകാരം മാത്രം മതി. അവർ ഉയർന്നാലേ നിർവികൽപ്പത്തിലോട്ട് പോകുകയുള്ളൂ. അപ്പോൾ വികല്പമുണ്ട് അവിടെ. ഇപ്പോൾ ശിവനെന്നും കൃഷ്ണനെന്നും ഗണപതി എന്നും സുബ്രഹ്മണ്യനും ഒക്കെയുള്ള വികല്പങ്ങൾ അവിടെ ഉണ്ട്. സവികല്പമാണ് അവിടെ. ആ വികല്പങ്ങൾ പോയി കഴിഞ്ഞാലേ നിർവികല്പത്തിലെത്തൂ. ഇവരുടെ വിചാരം എന്താ? അത് മതി. അവർക്ക് നിർവികല്പം എന്ന് കേട്ടാൽ ആ വിഷയരഹിതമായിട്ടുള്ള സ്ഥിതി, ഒരു ഭാവനയും ഇല്ലാത്ത, ഒരു കൽപ്പനയില്ല അവിടെ, ഒന്നുമില്ല അവിടെ. രാവിലെ നമ്മൾ പറഞ്ഞ ആ സമാധി സ്ഥിതി, അതാണ് വിഷയമറ്റ അവസ്ഥയാണ്, നിർവിഷയം ആയിട്ടുള്ള. പക്ഷേ ഇവിടെ വിഷയമുണ്ട്. ഇവിടെ ശിവനെന്നോ വിഷ്ണുവെന്നോ ഒക്കെയുള്ള കൽപ്പനകളും ആ ലോകങ്ങളും അനുഭവവും ഉണ്ട്. അതിലേയും കടക്കണം. അപ്പോൾ അതിലേക്ക് കടക്കാൻ ആരും ഇവർ ഭയപ്പെടുന്നു. അത് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയമുണ്ട് അവർക്ക്, ഇല്ലാതായി പോകുമോ എന്നുള്ള ഭയം അവർക്കുണ്ട്. അപ്പം അതാണ് ആ നിർവികൽപ്പമായിട്ടുള്ള സ്ഥിതിയെ ആര് ഭയക്കുന്നു? സാകാര ബ്രഹ്മനിഷ്ഠരായിട്ടുള്ള സഗുണോപാസകർ അതിനെ ഭയക്കുന്നുവെന്ന് ഗൗഡപാദാചാര്യർ പറഞ്ഞിരിക്കുന്നു. ഗൂഢാചാര്യ നിർവികൽപ്പേ സമാധാവന്യയോഗിനാം സാകാര ബ്രഹ്മനിഷ്ഠാനാം അത്യന്തം ഭയമോചിരേ. അസ്പർശയോഗോനാം ഐഷ ദുർദശ സർവയോഗിഭി.
യോഗിനോ ബിഭ്യതി ഹി അസ്മാത് അഭയേ ഭയദർശിനഃ. അസ്പർശയോഗം, അതെ, ദുർദർശ സർവയോഗിഭി യോഗിനോ ബിഭ്യതി ഇഹ അസ്മാത് അഭയേ. അസ്പർശയോഗ നാമ ഏഷ. അസ്പർശയോഗം എന്നാണ് ഇതിൻ്റെ പേര്. അസ്പർശമാണ്, അതെന്താണെന്ന് പറയാം. അപ്പം ഇത് ഗൗഡപാദാചാര്യരുടെ വാർത്തികത്തിൽ നിന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഇതാണ്. അദ്ദേഹം ഇതിനെ അസ്പർശയോഗം എന്നാണ് നിർവികൽപ്പ സമാധിയെ വിളിക്കുന്നത്. അസ്പർശയോഗം, ഒന്നിന് വിഷയസ്പർശമില്ലാത്ത യോഗാവസ്ഥയാണ് അസ്പർശയോഗം. ആ സത്വസ്തുവുമായിട്ട് ഐക്യപ്പെട്ടിരിക്കുന്ന സ്ഥിതിയാണ്. അവിടെ യാതൊരു വിഷയങ്ങളുമില്ല, അസ്പർശമാണ്, ഒരു വിഷയവും സ്പർശിക്കാത്തതായിട്ടുള്ള ആ നിർവികൽപ്പ സമാധി. ആർക്കാണ്? സർവയോഗിഭിഹി ദുർദശഃ. ഈ പറയുന്ന യോഗികളാൽ അത് ദർശിക്കപ്പെടാൻ കഴിയുന്നതല്ല. സഗുണനിഷ്ഠയിൽ തന്നെ നിൽക്കുന്നവർക്ക് അതിനെയും അത് അതിക്രമിക്കണം. അവിടെ മാത്രം നിൽക്കുന്ന അതിനെ അതിക്രമിക്കാൻ കഴിയാത്തവർക്കത് ലഭ്യമല്ല, ഒരിക്കലും കാണപ്പെടാൻ അല്ലെങ്കിൽ ദർശിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞാൽ അതിനെ അനുഭവിക്കേണ്ടെങ്കിൽ ആ സ്ഥിതിയിലെത്താൻ സാധിക്കുന്നതല്ല. ഹി യോഗിനഃ അഭയേ ഭയദർശിന. എന്തുകൊണ്ടാണ്? ഈ യോഗികൾ അഭയമായതിൽ ഭയത്തെ ദർശിക്കുന്നു. അഭയേ ഭയം, അവിടെ ഭയമില്ല. നിർവികൽപ്പ സമാധി അദ്വിതീയമായ ആ ബ്രഹ്മസ്വരൂപത്തിലാണ് നിർവികൽപ്പ സമാധിയിൽ സ്ഥിതി. അപ്പം ദ്വിതീയാത് വൈ ഭയം ഭവതി എന്നാണ് പ്രമാണം. രണ്ടുള്ളിടത്താണ് ഭയം ഉണ്ടാകുന്നത്. സമാധിയിൽ രണ്ടെന്നുള്ള സ്ഥിതിയില്ല, ഏകമാണ്. അപ്പം അത് അഭയമാണ്. അഭയം ബ്രഹ്മ എന്നും ഉപനിഷത്ത് പറയുന്നു. അപ്പോൾ അഭയമായിട്ടുള്ളതിനെ ആര് ഭയക്കുന്നു? ഈ യോഗികൾ അഭയമായിട്ടുള്ള ബ്രഹ്മത്തെ ശരിക്കും ഭയക്കുകയാണ്. വാസ്തവത്തിൽ അവിടെ ഭയത്തിന് അവകാശമേ ഇല്ല, ഭയമേ ഇല്ലാത്ത സ്ഥിതിയെ ഇവർ ഭയക്കുന്നു. അവർ അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല. ഒരു നിർവികൽപ്പാവസ്ഥയിലോട്ട് പോകാൻ അവർ മടിക്കുന്നു. അവർക്ക് ഈ ലോകത്ത് ഇരിക്കാനാണ് താല്പര്യം. പക്ഷെ അവർ അതിനെ ഭയക്കുന്നു. അതുകൊണ്ട് അവർ ഇതിൽ നിന്ന് ഭയപ്പെടുന്നതായിട്ട് പറയുന്നു. അപ്പം നിർവികൽപ്പ സമാധിയിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാം ശൂന്യമാണോ, അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്തൊരു സ്ഥിതി ഞാനില്ലാതായി പോകുമോ എന്നൊക്കെയുള്ള ഭയം പലപ്പോഴും ഉണ്ടാവാം. സാധനയുടെ ഘട്ടത്തിലുണ്ടാകുന്നതാണത്. അങ്ങനെ ഉണ്ടാകാം. എല്ലാ വിഷയങ്ങളും അസ്തമിച്ചു കഴിഞ്ഞാൽ ഞാനും ഇല്ലാതായി പോകുമോ എന്നൊക്കെ ചിന്തിക്കും ചിലർ. അപ്പോൾ അത് ഈ സഗുണോപാസന കഴിഞ്ഞ ഒരു ഘട്ടത്തിൽ എത്തുമ്പോൾ ചിലർക്കൊക്കെ തോന്നുന്നതാണ്. അപ്പോൾ അത് ആ യോഗികൾ എന്ന സ്ഥിതിയിൽ അത്തരം സാകാര ബ്രഹ്മനിഷ്ഠന്മാരായിട്ടുള്ള യോഗികൾക്ക് ഈ ഭയത്തെ അതിക്രമിച്ചിരിക്കുന്ന നിർവികൽപ്പ സമാധി, അഭയമായിട്ടുള്ള നിർവികൽപ്പ സമാധിയെ ഭയമാണ്. ഭയത്തെ ഭയക്കുക എന്നുള്ളൊരു വളരെ വിരുദ്ധമായ ഒരു സംഗതിയാണ് അവർ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ കാരികയിലെ മൂന്നാമത്തെ പ്രകരണത്തിലുള്ളതാണ് ഈ ഭാഗം. നമ്മളിനിയും പഠിക്കാനുള്ള ഭാഗമാണ്. മാണ്ഡൂക്യ കാരികയിലെ മൂന്നാമത്തെ പ്രകരണത്തിൽ ഇത് വരും. ഈ യോഗികളെ വിമർശിക്കുന്നുണ്ട് ഗൗഡപാദർ. അദ്വൈത പ്രകരണത്തിലുള്ളതാണ് ഈ ഭാഗം. അവരിപ്പം ഉപാസന ചെയ്യുമ്പം ഇപ്പം സാകാരോപാസകരെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെല്ലാവരും സഗുണബ്രഹ്മത്തിലേതെ കൂടെ നമുക്കവിടെ എത്താൻ സാധിക്കുകയുള്ളൂ. അത് മറ്റൊരു വശം. നമ്മൾ ഉപാസന ചെയ്ത് ആ ദേവതാകാര മനോവൃത്തി നമുക്കുണ്ടാകണം. ആ ദേവതാകാര മനോവൃത്തി ഉണ്ടായി ആ ദേവതയുടെ കൃപയോടുകൂടിയാണ് നമ്മൾ ജ്ഞാനത്തിലേക്ക് പോകുന്നത്. പക്ഷെ ചിലർ അതിൽ തന്നെ നിൽക്കും. അത് പോകാതെ അവർക്ക് ആ ദേവതയുടെ ദർശനം, ആ ദേവതയുടെ രൂപം കാണുക, ആ ദേവതയുടെ നാദം കേൾക്കുക, അങ്ങനെയുള്ള കൽപ്പനകൾ മാത്രം അതിൽ തന്നെ അഭിരമിച്ച് നിന്ന് അതിനെ കടക്കാതിരിക്കുന്ന സ്ഥിതിയുണ്ട്. അവരെക്കുറിച്ചാണ് ഈ പറയുന്നത്. അല്ലാതെ സാകാരോപാസന വേണ്ടെന്നോ ഉപാസന ചെയ്തെന്നോ ഒന്നുമല്ല ഇതിനർത്ഥം. ഉപാസനയിലൂടെ അവിടെ എത്താൻ പറ്റൂ, പക്ഷെ അവിടെ കൊണ്ട് നിർത്തരുത്. അതിനെയും കടന്നുള്ള നിർവികൽപ്പത്തിലെത്തണം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഭഗവൽ പൂജ്യപാദാശ്ച ശുഷ്കതർക്കപടൂനമൂൻ ആഹുർമാധ്യമികാൻ ഭ്രാന്താനചിന്തേസ്മിൻ സദാത്മനി. മാധ്യമങ്ങളെ ആചാര്യസ്വാമികളും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ഭഗവൽ പൂജ്യപാദാഹ, പൂജ്യ ശങ്കരഭഗവത്പാദർ പാദാഹ ച ശുഷ്കതർക്കപടൂനമൂൻ. അമൂൻ ശുഷ്കതർക്കപടൂൻ. ശുഷ്കതർക്കമാണ്. ഒരു കാര്യമില്ലാതെ വെറുതെ തർക്കിക്കുന്നവരാണ് തർക്കപടൂ എന്ന് പറയുന്നത്. വെറുതെ തർക്കിക്കുക, അനാവശ്യമായിട്ട് ഒരു കാര്യമില്ല, വെറുതെ അതിനകത്ത് യുക്തിയോ ഒന്നും കാണില്ല, വെറുതെ തർക്കിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള ഈ തർക്കപടുക്കളായിട്ടുള്ള അമൂൻ മാധ്യമികൻ, ഈ മാധ്യമികന്മാരെ
ആചാര്യസ്വാമികൾ എന്താ പറയുന്നത്? അചിന്തിയെ അസ്മിൻ സദാത്മിൻ ഭ്രാന്താനാകും. ഭ്രാന്തന്മാരുമായിരിക്കുന്നു. അവർക്ക് ഈ സത്വസ്തുവായ ആത്മാവിൽ യാതൊരു ചിന്തയും അതിനെക്കുറിച്ച് ചിന്തിക്കാനേ കഴിയാത്ത ഇവർ മൂഢന്മാരാണ്, അല്ലെങ്കിൽ ഭ്രാന്തന്മാരാണെന്നാണ് ആചാര്യസ്വാമികൾ പറയുന്നതെന്നാണ് ഇവിടെ വിദ്യാനന്ദ സ്വാമി പറയുന്നത്. അതായത് തർക്കം, ശുഷ്ക തർക്കം എന്ന് പറയുന്നത്. ഇപ്പം ഈ ഇവർക്ക് പ്രമാണം, ബൗദ്ധന്മാർക്ക് പൊതുവെ അവർ ശബ്ദപ്രമാണത്തെ അംഗീകരിക്കുന്നില്ല. അത് വേദപ്രമാണം അവർക്കില്ല. അവർക്ക് പ്രത്യക്ഷ പ്രമാണവും അനുമാന പ്രമാണവും. പ്രത്യക്ഷമായിട്ട് ഇന്ദ്രിയങ്ങൾ കൊണ്ട് കിട്ടുന്ന അറിവും പിന്നെ അനുമാനിച്ചുള്ള അറിവും അവർ സ്വീകരിക്കും. അപ്പോൾ അനുമാനത്തിൽ തന്നെ തർക്കം, സുതർക്കം, കുതർക്കം എന്ന രണ്ട് രീതിയിൽ തർക്കമുണ്ട്. അനുമാനിക്കും, ഒരു വസ്തുവിനെ അനുമാനിക്കണം. അത് ഇന്ന വസ്തു അവിടെ ഉണ്ടായിരിക്കും, പുക കണ്ട് തീ അവിടെ ഉണ്ടെന്ന് അനുമാനിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് യുക്തിപൂർവ്വം ഒരാൾ അത് മഞ്ഞാണ്, തീയല്ല, പുകയല്ല, മഞ്ഞാണെന്നൊക്കെ തർക്കം വരാം അല്ലേ? എന്തോ ഒരു വെളുപ്പ് കണ്ടു, അത് പുകയല്ല, പുകയാണെന്ന് അനുമാനിച്ച് പറയുന്നു, മഞ്ഞാണെന്ന് വേണേൽ പറയാമല്ലോ ആ രൂപം കണ്ട്. അപ്പോൾ അങ്ങനെയുള്ള തർക്കങ്ങളുണ്ട്. അപ്പം അതൊരു യുക്തി അവർ പറയാം. ചിലപ്പോൾ അത് മലയാണ്, അത് അങ്ങനെയൊക്കെയുള്ള യുക്തികൾ കൊണ്ടുവന്നാൽ അത് പറയും. എന്നാൽ വെറുതെ പറയുന്ന ആൾക്കാരുണ്ട്, വെറുതെ ഒരു യുക്തിയുമില്ലാതെ പറയുന്നത്, അത് കുതർക്കമാണ്. അപ്പോൾ ശ്രുതിക്ക് വിരോധമായിട്ട് പറഞ്ഞാൽ അത് കുതർക്കമാണ്. ശ്രുതി പ്രമാണത്തെ അംഗീകരിക്കാത്തതിനൊക്കെ ആചാര്യൻ കുതർക്കം എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ബൗദ്ധന്മാരുടെ വാദമല്ല, കുതർക്കമായിട്ടാണ് ആചാര്യൻ കൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പം ശുഷ്കതർക്കം, ഒരു കാര്യമില്ലാത്ത വെറും നിഷ്ഫലമായിട്ടുള്ള തർക്കത്തിലാണ് ശുഷ്കതർക്കം. ശുഷ്കതർക്ക പടുക്കളായിട്ടുള്ള ഈ ബൗദ്ധന്മാർ അവർക്ക് തോന്നിയ പോലെ അനുമാനം നടത്തി പറയുകയാണ് എല്ലാം അസത്തായേ ഉള്ളൂ, ശൂന്യമേ ഉള്ളൂ, ഒന്നുമില്ല എന്ന അവരുടെ കുതർക്കം മാത്രമാണ്, വാസ്തവത്തിലുള്ള കാര്യമല്ല എന്ന് പറയും. ശുഷ്കതർക്കം എന്ന് പറയുന്നത് കുതർക്കത്തെയാണ്. ഭഗവത് പൂജ്യപാദാശ്ച ശുഷ്കതർക്കപടൂ നമോൻ ആഹുർമാധ്യമികാൻ ഭ്രാന്താൻ അചിന്യേസ്മിൻ സദാത്മനി അനാദൃത്യശ്രുതിം ഔർഖ്യാദിമേ ബൗദ്ധാസ്തമസ്വിന ആവേദിരേ നിരാത്മത്വം അനുമാനേകചക്ഷുഷഃ അനാദൃത്യ ശ്രുതിം മൗർഖ്യാദ് ഇമേ ബൗദ്ധാസ് തമസ്വിനഃ ആവേദിരേ നിരാത്മത്വം അനുമാന ഏക ചക്ഷുഷഃ. അപ്പോൾ തമസ്വിനഃ, തമോ ഗുണ സ്വഭാവത്തോട് കൂടിയവർ, തമസ്വിന എന്ന് പറയും, തമോ ഗുണത്തോട് കൂടിയവരായ ഇമേ ബൗദ്ധാഹ, ഈ ബൗദ്ധന്മാർ, ഒരു തമോ ഗുണപ്രധാനന്മാരായിട്ടുള്ള ഈ ബൗദ്ധന്മാർ മൗർഖ്യ, അവരുടെ മൂർഖത കൊണ്ട്, മൂഢത്വം കൊണ്ട്, മൗഢ്യം കൊണ്ട്, മൂർഖൻ, മൗർഖ്യാത് ശ്രുതി അനാദൃത്യ, ശ്രുതിയെ ആദരിക്കാതെ, അനാദരവാണ്, ശ്രുതിയോട് അവർക്ക് അനാദരവാണ്, ശ്രുതിയെ ആദരിക്കാതെ അനുമാനൈക ചക്ഷുഷഃ, അനുമാനമെന്ന ഏക ഒരു പ്രമാണത്തോടു കൂടി, അനുമാനം കൊണ്ട് മാത്രം നിരാത്മത്വം ആവേദിരെ, ഇല്ലെന്നവർ വാദിക്കുന്നു. അവർക്ക് ശ്രുതി പ്രമാണമല്ല, അവർ അനുമാനം മാത്രം പ്രമാണമാക്കിക്കൊണ്ട് ആത്മാവില്ല എന്ന്, ശൂന്യമാണ് എന്ന് അവർ വാദിക്കുന്നു. അവർ മൂർഖന്മാരാണ്, അവർ മൂഢത കൊണ്ടാണ് അവരുടെ ആ വ്യാഖ്യാനം ഉണ്ടായത്. അവർ കൊണ്ട് അനുമാനിക്കുക എന്നത് ശ്രുതിയല്ല. അവർ കർമ്മത്തെ അംഗീകരിക്കുന്നുണ്ട്. അല്ല, ബൗദ്ധന്മാരിൽ എല്ലാവരും ഇല്ലല്ലോ. അല്ല, ശൂന്യവാദികൾക്ക് പുനർജന്മം എന്ന് പറയുന്നതും അവർ പറഞ്ഞല്ലോ, ആദ്യവും ശൂന്യമാണ്, ഒടുവിലും ശൂന്യമാണ്, നശിച്ചു കഴിഞ്ഞാൽ. ഉൽപ്പത്തി നാശം ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ വസ്തുക്കൾക്ക്. വസ്തുക്കളെ കാണുന്നുണ്ട്, അത് ഉൽപ്പത്തിക്ക് നാശമുള്ളതെന്ന് പറയുന്നു. ഉൽപ്പത്തി നാശവും ശൂന്യമാണെന്ന് അവർ സിദ്ധാന്തിക്കുകയാണ്. ആ ഉൽപ്പത്തി നാശങ്ങളുടെ ഇടയിലുള്ള സമയത്തെ അവർ ഈ പുനർജന്മമായിട്ടൊക്കെ പറയുന്നത്. അല്ല, ഇതെല്ലാവരും എല്ലാം അംഗീകരിക്കുന്നുമില്ല, 4 പേരും വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ക്ഷണീയ വിജ്ഞാനത്തിൽ വ്യത്യാസമുണ്ട്. അനുനിമിഷം ഉണ്ടായി നശിക്കുന്ന വിജ്ഞാനങ്ങളാണ് പ്രപഞ്ചം, വിജ്ഞാനമാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. അത് ക്ഷണീയവാദികളാണ്. പല നിർവ്വാണം എന്ന് പറയുന്നത് നമ്മൾ ഈ സാധ്യത, അവർ ഈ ശൂന്യത്തെയാണ് നിർവ്വാണം എന്ന് പറയുന്നത്. പക്ഷെ ശൂന്യാവസ്ഥയാണ് അവർ നിർവ്വാണം എന്ന് പറയുന്നത്. പക്ഷേ അവർ ബുദ്ധൻ നിർവ്വാണം എന്ന് പറഞ്ഞത് ഒരു പക്ഷേ നമ്മൾ പറയുന്ന ആ ആത്മൈക്യത്വമായിരിക്കാം. അദ്ദേഹം പക്ഷേ മിണ്ടാതിരുന്നു, ബുദ്ധൻ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം അനുഭവം പറഞ്ഞില്ല.
എന്തോ ബുദ്ധന് വേദത്തെ അംഗീകരിച്ചിട്ടില്ല ബുദ്ധൻ. പക്ഷെ വേദത്തെ അംഗീകരിച്ചില്ല. പക്ഷെ നമ്മുടെ യോഗവാദം എന്ന് പറഞ്ഞത് ഉണ്ട്. അതുപോലെ മിണ്ടാത്തതാവാം, അറിയില്ല. വേദത്തെ പ്രമാണമാക്കിയാലേ പറയാൻ സാധിക്കുള്ളൂ. വേദമല്ലേ, ശ്രുതിയല്ലേ പറയുന്നത്, അല്ലാതെ ആരും പ്രമാണം, വേറൊരു പ്രമാണമില്ലല്ലോ. അതീന്ദ്രിയ വിഷയത്തിൽ വേറൊരു പ്രമാണമില്ല. അപ്പൊ ഇതിനെ അംഗീകരിക്കാതെ പുള്ളി എന്തോ പറയുന്നത് അറിയില്ല. നമുക്കറിയില്ല. അദ്ദേഹം ഒരുപക്ഷെ ആ നിർവികൽപ്പ സമാധി അനുഭവം ഉണ്ടായിരിക്കാം. ബോധോദയം ഉണ്ടായിരുന്നെങ്കിൽ ബോധം അദ്ദേഹം അതിനെക്കുറിച്ചൊന്നും മിണ്ടിയിട്ടില്ല. അതൊക്കെ ഉണ്ടായി. പക്ഷെ അത് എന്താണെന്ന് അദ്ദേഹം പറയുന്നില്ല. അതിനെ ആളുകൾ പല രീതിയിൽ വ്യാഖ്യാനിച്ചു. 4 രീതിയിൽ വ്യാഖ്യാനിച്ച് 4 ശാഖകളുണ്ടായി. അത് തന്നെ പല ശാഖകളായിട്ട് പിന്നീട് പോയി. പക്ഷെ അവരുടെ ശിഷ്യഗണം നാഗാർജുനൊക്കെ ശൂന്യവാദികളാണ്, മാധ്യമബോധനാണ് നാഗാർജുന ഉൾപ്പെടെയുള്ളവർ. പിന്നെ ക്ഷണീയ വിജ്ഞാനവാദികൾ വേറെ ഉണ്ട്. അപ്പം ഈ ഒരു വേദത്തെ അനാദരിക്കുന്നവരാണ്, മൂഢത്വമുള്ളവരാണ്. അവരെല്ലാം അവർക്ക് അനുമാനം എന്ന ചക്ഷുസ് മാത്രമേ ഉള്ളൂ. അനുമാനത്തിൻ്റെ കണ്ണിൽ കൂടെ മാത്രമാണ് അവർ ആത്മാവില്ല എന്ന്, അല്ലാതെ വേറെ പ്രമാണം കൊണ്ടൊന്നും അല്ല. അനുമാനം കൊണ്ട് യുക്തിയൊന്നും ഇല്ല, അനുമാനം മാത്രമേ ഉള്ളൂ. ശൂന്യമാസീതി ബ്രൂഷേ സത്യോഗം വാ സദാത്മതാം ശൂന്യസ്യ നതു തദ്യുക്തം ഉഭയം വ്യാഹതത്വതഃ. ശൂന്യം ആസീത് ഇതി ബ്രൂഷേ സദ്യോഗം വാ സദാത്മതാം ശൂന്യസ്യ നതു തദ്യുക്തം ഉഭയം വ്യാഹതത്വതഃ. അതായത് ശൂന്യമാസീത്, ശൂന്യമായിരുന്നു, ഇതി ബ്രൂഷ് എന്ന് നിങ്ങൾ പറയുന്നു. ഇപ്പോൾ മാധ്യമകാരോട് സ്വാമി ചോദിക്കുകയാണ്, ശൂന്യമായിരുന്നു എന്ന് പറയുന്നു. സത് യോഗം വാ, ശൂന്യത്തിന് എന്തിനോട്, സത്തിനോടുള്ള ചേർച്ചയോ, സത് ആത്മത, അതിനെയാണോ സദ്ഭാവം നിങ്ങൾ പറയുന്നത്? ശൂന്യം ഉണ്ട്, അല്ലെങ്കിൽ അസത്ത് ഉണ്ടായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. ശൂന്യമാസീത് എന്നാണ് പറയുന്നത്. ശൂന്യം ഉണ്ട് എന്നുള്ളൊരു സത്ത് വേണമല്ലോ. എന്തെങ്കിലും ഉണ്ടെന്ന് പറയണമെങ്കിൽ സദ്ഭാവം വേണം, ഉണ്ട് അല്ലേ? സദ്ഭാവം ഇല്ലാതെ ഉണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ ഒരു വസ്തു. അസത്തുണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഉൽപ്പത്തിക്ക് മുമ്പ് അസത്തായിരുന്നു, ഉൽപ്പത്തിക്ക് ശേഷവും അസത്ത്. അപ്പോൾ അസത്തിൻ്റെ സത്വത്വം അവർ കൽപ്പിച്ച് കഴിഞ്ഞു. അത് ശൂന്യം ഉണ്ടായിരുന്നു പറയും. അപ്പോൾ സിദ്ധാന്തം ചോദിക്കുകയാണ്, അല്ലയോ അസദ്വാദിയാളെ, ഈ ശൂന്യം സത്തിൻ്റെ ചേർച്ചയുള്ളതാണോ, സത്തിനോട് ചേർന്നിട്ടാണോ നിങ്ങൾ ശൂന്യത്തെ പറയുന്നത്? സദാത്മകമാണോ ശൂന്യം എന്ന് നിങ്ങളുടെ അതാത് ഉഭയം, അതോ രണ്ടുമാകട്ടെ. ശൂന്യസ്യ നയുക്തം, ശൂന്യത്തിന് ഒരു യുക്തിയുമില്ല. വ്യാഹതം എന്നുള്ളത് ഈ തർക്കത്തിലുള്ള ഒരു ദോഷമാണ്. അതായത് പരസ്പര വിരുദ്ധമായിട്ട് പറയും. ഇപ്പം അസത്തുണ്ട്, ഇല്ലായ്മ ഉണ്ട് എന്ന് പറയുന്നത് പ്രകാശവും ഇരുട്ടും ഒരുമിച്ചിരിക്കില്ല. അതുപോലെ അസത്തും, സത്തുണ്ടെന്ന് പറഞ്ഞാൽ അസത്തില്ല, അസത്തുണ്ടെന്ന് പറഞ്ഞാൽ സത്തില്ല. അപ്പോൾ അസത്തുണ്ടെന്ന് പറയുന്നതിൽ തന്നെ സത്വമായിട്ട് ചേർന്നാണോ ഇരിക്കുന്നത്, വേറെയാണോ ഇരിക്കുന്നത്, സദാത്മകമാണോ എന്ന് പറയേണ്ടി വരും. വ്യാഹത ദോഷം എന്നതിന് പറയും, പരസ്പര വിരുദ്ധമായിട്ട് പറയുന്നതാണ്. അത് ഇവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ അസത്തുണ്ടെന്ന് പറഞ്ഞു, അങ്ങനെ അപ്പോൾ ഉണ്മ അവിടെ കൽപ്പിച്ച് കഴിഞ്ഞു. ഉണ്ടെന്ന് പറയണ സദ്ഭാവം വേണം. അസത്തുണ്ടെന്ന് പറഞ്ഞു, ശൂന്യം ഉണ്ടെന്ന് അറിയണ്ട, അല്ലാതെ അങ്ങനെ പറയും. ശൂന്യം ഉണ്ടെന്ന് ശൂന്യം എന്ന് പറയണമെങ്കിൽ ശൂന്യത്തിനൊരു സദ്ഭാവം വേണം, അല്ലേ? ശൂന്യത്തിന് സദ്ഭാവം സാധിക്കുമോ? ശൂന്യമില്ല എന്ന് അറിയണമെങ്കിൽ ഒരു ഉണ്മയുണ്ട് അവിടെ. ശൂന്യമാണ് എന്ന് പറയണമെങ്കിൽ ശൂന്യത്തെ അറിയാതെ പറയാൻ പറ്റുമോ? ശൂന്യത്തെ അറിഞ്ഞ ആളില്ലേ അവിടെ? അയാളുടെ സദ്ഭാവം ഇല്ലേ അവിടെ, അല്ലേ? അത് നിഷേധിക്കാൻ പറ്റുമോ? അയാൾ വന്നു കഴിഞ്ഞാൽ ശൂന്യമെന്ന് പറയാൻ പറ്റുമോ? കാരണം അയാൾ അവിടെ ഉണ്ട്. അപ്പോൾ ശൂന്യമാവുമോ? ശൂന്യമാവില്ല. മറ്റൊന്ന് വന്നു കഴിയുമ്പോൾ ശൂന്യത പോയി. ശൂന്യത്തെ അറിയുന്ന ആൾ എത്തിയപ്പോൾ തന്നെ ശൂന്യം എന്ന സംഗതി പോയി. കാരണം അയാളുണ്ട് അവിടെ. അറിയുന്ന ആളുള്ളപ്പോൾ ശൂന്യതയുണ്ടോ? അവരെങ്ങനെ അറിയും? ശൂന്യത്തെ അറിയാൻ സാധിക്കുമോ? ശൂന്യത്തെ അറിയാൻ സാധിക്കുമോ? പിന്നെ അറിയാൻ പറ്റാത്തതുകൊണ്ടൊക്കെ അത് ശൂന്യമാണ്. അതായത് വെച്ചാൽ സദ്ഭാവത്തോട് ചേർന്നാണോ സദാത്മകമാണോ എന്ന് നിങ്ങൾ തന്നെ പറയൂ എന്നാണ് ചോദിക്കുന്നത്. അതിന് ഉദാഹരണം പറയും. നയുക്തസ്തമസാ സൂര്യോ നാപിചാസൗ തമോമയ
നൂന്യോർവിരോധിത്വാച്ഛൂന്യമാസീത് കഥം വദ ന യുക്തഃ തമസാ സൂര്യോ സൂര്യഃ ന അപി ച അസൗ തമോമയഃ സത് ശൂന്യോः വിരോധിത്വാത് ശൂന്യം ആസീത് കഥം വദ. അപ്പം സൂര്യഃ തമസാ ന യുക്ത. സൂര്യൻ ഒരിക്കലും ഇരുട്ടിനോട് ചേരില്ല. സൂര്യൻ എന്ന് പറഞ്ഞാൽ വെളിച്ചമാണ്, ഒരിക്കലും ഇരുട്ടിലുമായിട്ട് ചേരില്ല. അസൗ തമോമയ അപി ച ന. സൂര്യൻ ഇരുട്ടിൻ്റെ സ്വരൂപമേ അല്ല സൂര്യൻ. സതി ശൂന്യോഹോ വിരോധിത്വാത്. വിരോധിത്വാത് സത്തിനും ശൂന്യത്തിനും തമ്മിൽ വിരോധമുണ്ടല്ലേ. സത്ത് എന്ന് പറയാൻ ഉണ്മയാണ്, ഉള്ളതാണ്. ശൂന്യ തമ്മിൽ പരസ്പരം ഇരുട്ടും വെളിച്ചവും പോലെ അസത്തും സത്തും പരസ്പര വിരുദ്ധമാണ്. കഥം ശൂന്യമാസിദ്വാൻ. എങ്ങനെ ശൂന്യം ഉണ്ടായി? പിന്നെ സത്തിനും ശൂന്യത്തിനും വിരോധം ഇരിക്കെ എങ്ങനെ ശൂന്യം എന്ന് പറയും എന്ന് നിങ്ങൾ പറയുക. അപ്പം നേരത്തെ പറഞ്ഞ വ്യാഹതി എന്നുള്ള ദോഷമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം അസത് ഉണ്ടായിരുന്നു എന്നല്ല അവർ പറഞ്ഞേ. അപ്പം സദൈവ സൗമ്യ ആസി ഇതമഗ്ര ഏകവാദിതി എന്ന് ശ്രുതി പറയുന്നതിന് അസദേവ ആസീത് എന്നാണ് അവർ പറഞ്ഞത്. അസത് ഏവ ആസീത് എന്നാണ് അവർ പറഞ്ഞത് അല്ലേ. അസദേവ ആസീത്, അസത്തുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അസത്തുണ്ട് എന്നൊരു ഉണ്മയുണ്ട് അവിടെ. അസത്തുണ്ട് എന്നുള്ളതിനൊരു ഉണ്മയുണ്ട്. അസ്ഥി ഉണ്ട് അവിടെ. അസ്തിത്വം അസത്തിൽ കൽപ്പിച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ അസത്തിൽ അസ്ഥി വന്നത് എങ്ങനെ രണ്ട് ചേർന്നിരിക്കുമോ? ഇരുട്ടും സൂര്യനും ഒരുമിച്ചിരിക്കുമോ? ഒരിക്കലും ഇരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ എവിടെ നിന്നാ ശൂന്യം വന്നതെന്ന് പറയണം എന്ന് ചോദിക്കുകയാണ്. ഇല്ലായ്മയും ഉണ്മയും ഒരുമിച്ചിരിക്കുകയില്ല. യഥാദേർനാമരൂപേ മായയാ സുവികൽപ്പിതേ ശൂന്യസ്യ നാമരൂപേ ച തഥാ ജീവ്യതാം ചിരം. അപ്പം വിയതാദേ നാമരൂപേ മായയാ സുവികൽപ്പതേ ശൂന്യസ്യ നാമരൂപേ ച തഥാ ച ചേച്ചിരം ജീവ്യതാം ചിരം ജീവ്യതാം. അതായത് വിയതാദേ നാമരൂപ, ആകാശം മുതലായക്ക് നാമരൂപങ്ങൾ മായയാ സുവികൽപ്പതയെ, മായ കൊണ്ട് കൽപ്പിക്കപ്പെട്ടവയാണല്ലോ. ശൂന്യസ്യ ച നാമരൂപേത, ശൂന്യത്തിനും നാമരൂപങ്ങൾ അങ്ങനെ അപ്രകാരം എന്നാണെങ്കിൽ നീ ദീർഘകാലം ജീവിച്ചാലും പരിഹസിച്ച് പറയാം, നീ നീണാൾ വാഴട്ടെ എന്നൊക്കെ പറഞ്ഞ പോലെ ശൂന്യത്തിന് ഇപ്പം നമ്മൾ ഇതിനകത്ത് പറയുന്ന പോലെ ആകാശം മുതലായതിന് നാമരൂപങ്ങൾ എങ്ങനെ മായ കൊണ്ട് കൽപ്പിക്കപ്പെട്ടതാണ് നമ്മൾ പറയുന്നു അല്ലേ. ആകാശം, വായു, അഗ്നി ഇതിനൊക്കെ നാമരൂപങ്ങളുണ്ട്, അതെല്ലാം കൽപ്പിക്കപ്പെട്ടവയാണ്, മായ കൊണ്ട് കൽപ്പിക്കപ്പെട്ടതാണെന്ന് പറയാം. എന്നാൽ അത് അധിഷ്ഠാനമായ സത്തുണ്ട് അവിടെ. ശൂന്യത്തിന് നാമരൂപം കൽപ്പിക്കപ്പെട്ടതാണെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങൾ നീണാൾ വാഴട്ടെ, നിങ്ങൾ ദീർഘകാലം ജീവിച്ചിരിക്കട്ടെ എന്ന് പറയുകയാണ്. അതായത് ആകാശം മുതലായവയ്ക്കെല്ലാം സത്വമായിട്ടുള്ള സത്വെന്നൊരു അധിഷ്ഠാനത്തിലാണ് അവയെല്ലാം ഇരിക്കുന്നത്. സത്ത് സംബന്ധമുണ്ട് അവിടെ അല്ലേ. പക്ഷേ ശൂന്യത്തിന് അങ്ങനെ ഒരു ഇതില്ല. അപ്പം ആകാശത്തിൽ അങ്ങനെ കൽപ്പിക്കണമെന്ന് പരസ്പര വിരോധമല്ല, വിരോധം ഉണ്ടാകുന്നില്ല. കാരണം മായ കൊണ്ട് ആകാശത്തിൽ കൽപ്പിക്കപ്പെടുന്നത്. ശൂന്യത്തിൽ അങ്ങനെ കൽപ്പിക്കാൻ പറ്റില്ല. ശൂന്യത്തിൽ എവിടെ മായ കൽപ്പിക്കാൻ സാധിക്കുക? ഇനിയിപ്പം അവർ പറയുകയാണ് സത്വസ്തുവിലാണെന്ന് പറഞ്ഞാൽ അതും പ്രശ്നമാണ്. ശൂന്യത്തിലല്ല സത്വസ്തുവിലാണ് മായ കൽപ്പിക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ സത്തുണ്ടെന്ന് സമ്മതിക്കേണ്ടി വരും. അവർ അങ്ങനെയാണ് അവിടെ കുടുങ്ങുന്നത്. അവർക്ക് ആ ശൂന്യവാദം അവിടെ ഖണ്ഡിക്കപ്പെടുന്നത് അല്ലേ. യഥാദേർനാമരൂപേ മായയാ സുവികൽപ്പിതേ ശൂന്യസ്യ നാമരൂപേ ച തഥാ ജീവ്യതാം ചിരം സതോപി നാമരൂപേ ദ്വേ കൽപ്പിതേ ചേത്തഥാ വദ പുത്രേതി നിരധിഷ്ഠാനോ ന ഭ്രമക്വചിദീക്ഷ്യതേ സതഃ അപി നാമരൂപേ ദ്വേ കൽപ്പിതേ ചേത് തഥാ വദ പുത്ര ഇതി നിരധിഷ്ഠാനഃ ന ഭ്രമഃ ക്വചിത് ഈക്ഷ്യതേ. സതഃ അപി നാമരൂപേ ദ്വേ, സത്തിനും നാമവും രൂപവും രണ്ടും എന്താണ് കൽപ്പിതേ ചേത്, സത്തിന് നാമരൂപങ്ങൾ കൽപ്പിക്കപ്പെടാം. നമ്മൾ നേരത്തെ കുടത്തിൻ്റെ ഉദാഹരണം പറഞ്ഞു, മണ്ണിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കൽപ്പിക്കപ്പെട്ടാന്ന് പറഞ്ഞു. കൽപ്പിതേ ദ്വേ എന്ന് പറയും. കൽപ്പിതേ ചേത് കൽപ്പിക്കപ്പെട്ടതാണെങ്കിൽ കുത്ര ഇതി വദ, ഏതിലാണ് കൽപ്പിക്കപ്പെട്ടത് എന്ന് പറയുക. അപ്പം ഈ നാമരൂപേ ദ്വേ
സത്തിന് നാമരൂപവും കൽപ്പിക്കപ്പെട്ടതാണെങ്കിൽ ഏതിലാണ് എന്ന് പറഞ്ഞാലും നിരധിഷ്ഠാന ഭ്രമഃ ക്വചിത് ന ഈക്ഷതേ. അധിഷ്ഠാനമില്ലാത്ത ഒന്നിനെയും കൽപ്പിക്കാൻ പറ്റില്ല. ആരോപമില്ല. അധിഷ്ഠാനം ഉണ്ടെങ്കിൽ മാത്രമേ ആരോപമുള്ളൂ, കൽപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അവർ തിരിച്ചു ചോദിക്കുകയാണ്, പൂർവപക്ഷക്കാരൻ ചോദിക്കുകയാണ്, നിങ്ങൾ പറയുന്നു സത്വസ്തുവിലാണ് നാമരൂപങ്ങൾ കൽപ്പിക്കപ്പെട്ടതെന്ന് പറയുന്നത്. അപ്പം അത് രണ്ടും എന്തുകൊണ്ടാണ് കൽപ്പിതങ്ങളല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും? കൽപ്പിതങ്ങളല്ല, എല്ലാ നാമരൂപങ്ങളും കൽപ്പിതങ്ങളാണെന്നാണല്ലോ നിങ്ങളുടെ മതം എന്ന് പറയുവാണെങ്കിൽ കേൾക്കുക എന്നാണ് ചോദ്യത്തിനുള്ള മറുപടിയാണ് പറയുന്നത്. സത്വസ്തു ഇവർ ചോദിച്ചത് സദഹ അഭി നാമരൂപേദ്വേ കൽപ്പിതേ തഥാ വദ കുത്രേത് നിരധിഷ്ഠാനോ ന ബ്രഹ്മ കുജുദീക്ഷത. സത്തിനും നാമവും രൂപവും രണ്ടും കൽപ്പിക്കപ്പെട്ടതാണെന്ന് അവർ പറയുകയാണ്. അതായത് വേദാന്തത്തിൽ ഇപ്പോൾ അവർ ചോദിക്കുകയാണ്, വേദാന്തത്തിൽ പറയുന്ന സത്വസ്തു എന്ന നാമവും രൂപവും എന്തുകൊണ്ട് കൽപ്പിതങ്ങളല്ല? വസ്തു എന്നുള്ളത് കൽപ്പിതങ്ങളല്ല എന്ന് എന്തുകൊണ്ടാണ് പറയുക? എല്ലാ നാമരൂപങ്ങളും കൽപ്പിതങ്ങൾ ആണല്ലോ എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അപ്പോൾ അതിന് ഉത്തരം പറയുകയാണ്, ഏതിലാണ് കൽപ്പിക്കപ്പെട്ടത് എന്ന് പറയണം. ഏതിലാണ് കൽപ്പിക്കപ്പെട്ടത്? കൽപ്പിതം എന്ന് പറഞ്ഞാൽ ഭ്രമം കൊണ്ടുണ്ടാകുന്നതാണ് കൽപ്പന. അപ്പോൾ ഏതിലാണ് കൽപ്പിക്കുന്നത്? അധിഷ്ഠാനമില്ലാതെ നിരധിഷ്ഠാന ഭ്രമ ക്വചിത് ന ഈക്ഷതേ. അധിഷ്ഠാനമില്ലാതെ ആശ്രയിക്കാതെ ഒരിക്കലും കൽപ്പിക്കാൻ സാധിക്കില്ല. അതായത് ഇപ്പോൾ സത്തിന് നാമരൂപകൽപ്പന നടത്തിയാൽ അത് സത്തിലാണോ അസത്തിലാണോ ജഗത്തിലാണോ ഈ കൽപ്പന നടക്കുന്നതെന്ന്? അപ്പോൾ സത്തിൽ കൽപ്പിക്കാൻ പറ്റുമോ? ആകാശത്തിൽ കൽപ്പിച്ചു. അധിഷ്ഠാനം എന്താണ്? അധിഷ്ഠാനം ഇല്ലാതെ കൽപ്പന നടക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഏത് അധിഷ്ഠാനത്തിലാണ് കൽപ്പന നടക്കുന്നത്? ഇപ്പോൾ സത്തിലാണോ എന്ന് ചോദിച്ചാൽ സത്തിലല്ല. സത്തിൽ അത് ആണെന്ന് ചോദിച്ചാൽ അങ്ങനെ സത്തിലല്ല. എന്തുകൊണ്ടെന്നാൽ ഈ ആകാശാദികൾ കൽപ്പിക്കപ്പെട്ടതായിട്ടാണല്ലോ പറഞ്ഞത്. സത്തിൽ കൽപ്പിക്കാൻ സത്ത് ഒരു ഭേദവുമില്ലാത്ത സത്തിൻ്റെ അധിഷ്ഠാനം ബ്രഹ്മമാണ്. സത്ത് അധിഷ്ഠാനമാണത്, ബ്രഹ്മം തന്നെയാണ് ആ സത്ത് അധിഷ്ഠാനമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ അസത്തിൽ എന്താണ്? അസത്തിന് അതിനൊരു സ്വരൂപമില്ല. അപ്പോൾ അസത്തിൽ കൽപ്പിക്കാൻ പറ്റില്ലല്ലോ. അസത്തിൽ എങ്ങനെയാണ് ഒരു നാമരൂപ കൽപ്പന നടത്തുക? അപ്പം ജഗത്തിലാണെന്ന് പറഞ്ഞാലോ, ജഗത്ത് സത്തിൽ നിന്ന് ആണ് അല്ലേ? സൃഷ്ടിക്ക് മുമ്പ് സത്ത് മാത്രമായിരുന്നു. അപ്പം സത്തിൽ നിന്നാണ് ഇതം എന്ന് പറഞ്ഞാൽ ജഗത്ത് ഉണ്ടായത്. അപ്പം ജഗത്തിൽ നിന്നുണ്ടായതാൽ ഇനി സത്ത് എന്നൊരു നാമരൂപത്തെ ജഗത്തിൽ കൽപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതും സാധ്യമല്ല. ഇനി അധിഷ്ഠാനമൊന്നും വേണ്ട, വെറുതെ കൽപ്പിച്ചാൽ മതി എന്ന് ചോദിച്ചാലോ അതും പറ്റില്ല. അധിഷ്ഠാനമില്ലാതെ ഒരിക്കലും ഒരു ഭ്രമം ഉണ്ടാകുക. എന്തിനെ കൽപ്പിക്കണമെങ്കിലും ആരോപിക്കണമെങ്കിലും ഒരു അധിഷ്ഠാനം ഉണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് പറയുന്നു സത്യന് നാമവും രൂപവും കൽപ്പിച്ചത് അവരാ പറയുന്നത് സത്യന് നാമവും രൂപവും കൽപ്പിച്ചതില്ല. അപ്പോൾ നിങ്ങൾ തന്നെ പറയണം ഏതിലാണ് നാമവും രൂപവും കൽപ്പിച്ചതെന്ന് നിങ്ങൾ തന്നെ പറയണം. അതിന് പറയുകയാണ്, സദാ അസീതി ശബ്ദാർത്ഥ ഭേദേ വൈഗുണ്യമാപതേ അഭേദേ പുനരുക്തി സ്യാത് മാ ഏവം ലോകേ തദേക്ഷണ സത് ആസീത് ഇതി. അപ്പം സത് ആസീത് ഇതി, സത്ത് ഉണ്ടായിരുന്നു എന്നതിൽ ശബ്ദാർത്ഥ ഭേദേ വൈഗുണ്യം ആപതേ. ഇപ്പോൾ ശബ്ദവും അർത്ഥവും തമ്മിൽ എന്തെങ്കിലും ഭേദമുണ്ടെങ്കിൽ സത്ത് ആസീത് ഇതി എന്നാണ് പറയുക അല്ലേ? അപ്പം അതിൽ ശബ്ദാർത്ഥ ഭേദം ഉണ്ടായിരുന്നെങ്കിൽ വൈഗുണ്യം അതിൽ ഭേദം ഉണ്ടാവും. ആപതേ അഭേദേ പുനരുക്തി സ്യാത്. ഇനി ഭേദമില്ലെങ്കിലോ പുനരുക്തി ഉണ്ടാവും. സത്ത് ആസീത് എന്നാണ് പറഞ്ഞത് അല്ലേ? രണ്ടും ഒരേ അർത്ഥം വരില്ലേ എന്നാണ് ചോദിക്കുന്നത്. പുനരുക്തി വരും എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടാവും. എങ്കിലാണെങ്കിൽ ശങ്ക വേണ്ട. മാ ഏവം ലോകേ തഥാ ഈക്ഷണാത്. ലോകത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, അതുകൊണ്ട് അതിനിപ്പം അടുത്ത പദ്യം കൂടെ വരുമ്പോൾ പറയാം. ലോകത്തിൽ അങ്ങനെ പറഞ്ഞ ശൈലി മാത്രമാണ്. അപ്പോൾ സത്തുണ്ടായിരുന്നു എന്ന്, അല്ലെങ്കിൽ സൃഷ്ടിക്ക് മുമ്പ് സത്ത് മാത്രമായിരുന്നു എന്ന് പറയുന്നിടത്ത് പുനരുക്തി വരില്ലേ, ഇല്ലെങ്കിൽ വൈപരീത്യം വരില്ലേ എന്നുള്ള സംശയമൊന്നും വേണ്ട. കാരണം അത് ലോകത്തിൽ ആ വിധം പറയുന്ന രീതിയിൽ പറയുന്നു എന്നേ ഉള്ളൂ. എങ്ങനെ? കർത്തവ്യം കുരുതേ വാക്യം ബ്രൂതേദാര്യസ്യ ധാരണം ഇത്യാദി വാസനാവിഷ്ടം പ്രത്യാശിൽസതീരണം. അതായത് കർത്തവ്യം കുരുതേ വാക്യം ബ്രൂതേ ഇത്യാദി. അതായത്
കർത്തവ്യം കുരുതി, ചെയ്യേണ്ടതിനെ ചെയ്യുന്നു. അപ്പോൾ അവിടെ പുനരുക്തി ഉണ്ടോ എന്ന് സംശയിക്കാറില്ല. നമ്മൾ സാധാരണ ലൗകിക വ്യവഹാരത്തിൽ പറയുന്ന ഒരു വാചകമാണ്. ചെയ്യേണ്ടതിനെ ചെയ്യുന്നു. ചെയ്യേണ്ടതിനെ ചെയ്യുന്നു എന്ന് എടുത്ത് വീണ്ടും പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ നോക്കിയാൽ അത് സാധാരണ ലൗകികത്തിൽ പറയുന്ന പോലെ ഉള്ളൂ. കർത്തവ്യം കുരുതേ വാക്യം ബ്രൂതേ എന്ന വാക്യത്തിൽ പറയുക. ഇത്യാദി വാസനാവിഷ്ടം പ്രത്യാസിയിൽ സത്യതീരണം. വാസനാവിഷ്ടം പ്രതി, വാസനയാൽ ഈ ലോകത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന, ജഗത്തിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളോടാണ് ഉപനിഷത്ത് ഈ ഉപദേശം കൊടുക്കുന്നത്. ജഗത്തിൻ്റെ അനുഭവമുള്ള ഒരാളോടാണ് പറയുന്നത്. വാസനയാൽ ഈ വാസനാവിഷ്ടം പ്രതി സത് ആസീത് ഇത് ഈരണം എന്ന്, സത്ത് ആസീത് എന്ന് ഈ പ്രപഞ്ചത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളോട് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ടൊരു പുനരുക്തി ദോഷമൊന്നുമില്ല. ലോകസമ്പ്രദായമായിട്ട് പറയുന്നതേ ഉള്ളൂ, ആ ഒരു വാചകം പറയുന്നതേ ഉള്ളൂ. സത്തുണ്ട്, ഇപ്പോൾ സത്തുണ്ട് എന്ന് എടുത്തു പറയണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് ലോകസമ്പ്രദായമായിട്ട് പറയുന്നതേ ഉള്ളൂ. കാലാഭാവേ പുരേത്യുക്തി കാലവാസനയായുധം ശിഷ്യം പ്രത്യേവതേനാത്ര ദ്വിതീയം നഹി ശങ്ക്യതേ. കാലാഭാവേ പുര ഇതി ഉക്തി കാലവാസനയായുധം ശിഷ്യം പ്രതി ഏവ തേന അത്ര ദ്വിതീയം നഹി ശങ്ക്യതേ. അതായത് കാലാഭാവേ, കാലം ഇല്ലാതിരിക്കെ, പുരാ ഇതി യുക്തി പണ്ട് എന്ന് എന്ന വാക്കും വചനവും, കാലവാസനായുധം കാലവാസനയോട് കൂടിയ ശിഷ്യം പ്രതി ശിഷ്യനോട് തന്നെ പറയുന്നത്, തേന അത്ര അതുകൊണ്ട് ഇതിൽ ദ്വിതീയം നഹി ശങ്കിത്. അപ്പം ദ്വിതീയം രണ്ടാമതൊന്നിനെ ശങ്കിക്കേണ്ട ആവശ്യമില്ല. രണ്ടാമതൊരു വസ്തു ഉണ്ടെന്ന് പറയുന്നതായിട്ടല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് കാലാഭാവേ, സത്വസ്തുവിൽ കാലമില്ല. ഇപ്പം സൃഷ്ടിക്ക് മുമ്പ് സത്ത് മാത്രമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം സത്വസ്തുവിലൊരു ഇതമഗ്ര ആസീത് ഇല്ല, ഇതഗ്ര എന്ന് പറഞ്ഞിരുന്നു അഗ്ര. അപ്പം സൃഷ്ടിക്ക് മുമ്പ് എന്നാണ് അവിടെ പറയുന്നത്. അപ്പം കാലം ഒരിക്കലും സത്തിൽ ഇല്ല, കാലാഭാവമാണ് അവിടെ. അപ്പോൾ കാലസംബന്ധം ഇല്ലാത്തതുകൊണ്ട് അഗ്രേ എന്ന് പറഞ്ഞത് എന്തിനാണ് എന്നൊരു സംശയം ഉണ്ടാകും. അപ്പം അതിനുവേണ്ടിയാണ് കാലമില്ലാതിരിക്കുമ്പോൾ നമ്മൾ അഗ്രേ ആസീത് എന്ന് കാലവാസനയുള്ള ശിഷ്യനോടാണ് പറഞ്ഞത്. അപ്പോൾ ശിഷ്യന് കാലവാസനയുണ്ട്, ശിഷ്യൻ കാലവാസനയോട് കൂടിയിരിക്കുന്നതുകൊണ്ട് ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമായി കാലം എന്നൊരു മറ്റു വസ്തു ഉണ്ടോ എന്ന് സംശയം ഉണ്ടായാൽ അതിൻ്റെയും ആവശ്യമില്ല. കാലം എന്നൊരു മറ്റൊരു വസ്തുവും ഇല്ല. അത് കാലവാസനയുള്ള ശിഷ്യനോട് മുമ്പാണ്, സൃഷ്ടിക്ക് മുമ്പ് എന്ന് പറഞ്ഞു. സൃഷ്ടിക്ക് മുമ്പും ബിംബവും പറയുമ്പോൾ കാലം വന്നവിടെ. അപ്പം അങ്ങനെ കാലം സത്വമായിട്ട് സംബന്ധം ഉണ്ടെങ്കിലല്ലേ അങ്ങനെ പറയേണ്ടി വരുമെന്ന് ശങ്കയുണ്ടാകും. അപ്പം അങ്ങനെയല്ല, ശിഷ്യന് കാലവാസനയുണ്ട്. ശിഷ്യൻ ഇപ്പോൾ ഈ പ്രപഞ്ചം കണ്ടുകൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശിഷ്യന് കാലവാസനയുണ്ട്. അങ്ങനെ കാലവാസന ഉള്ളത് കൊണ്ടാണ് ശിഷ്യനോട് പറയുന്നത് സൃഷ്ടിക്ക് മുമ്പ് എന്ന്. അല്ലാതെ സത്തിന് കാലവുമായിട്ട് സംബന്ധമോ സത്തിൽ നിന്ന് ഭിന്നമായി കാലം എന്നൊരു വസ്തുവോ ഇല്ല എന്ന്, അത് ദ്വിതീയം എന്നുള്ള ഭാവം അവിടെ ഇല്ല, അദ്വിതീയം തന്നെയാണ്, ഏകമേവാദ്വിതീയം എന്ന് പറഞ്ഞു കഴിഞ്ഞു എന്ന്. അതുകൊണ്ട് ആ ശങ്ക ഇവിടെ വേണ്ട. എന്നിട്ട് പറയുകയാണ്, ചോദ്യം വാ പരിഹാരോ വാ ക്രിയതാം ദ്വൈതഭാഷയാ അദ്വൈതഭാഷയാ ചോദ്യം നാസ്തി നാവിതദുത്തരം. രാവിലെ പറഞ്ഞു, ചോദ്യം വാ പരിഹാര വാ ക്രിയതാം ദ്വൈതഭാഷയാ അദ്വൈതഭാഷയാ ചോദ്യം നാസ്തി നാപി തദുത്തരം. ചോദ്യം വാ പരിഹാര വാ, ചോദ്യമോ അതിൻ്റെ പരിഹാരമോ സൊല്യൂഷനോ, ദ്വൈതഭാഷയാ ക്രിയത എല്ലാം ദ്വൈതഭാഷ കൊണ്ട് ചെയ്താലും അദ്വൈത ഭാഷ കൊണ്ട് ചോദ്യവും ഇല്ല, തതുത്തരവും ഉത്തരവും ഇല്ല. അപ്പോൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം ദ്വൈതത്തിലാണ്. ദ്വൈതത്തിൽ മാത്രമാണ് എല്ലാ ചോദ്യങ്ങളുള്ളത്, അതിൻ്റെ ഉത്തരങ്ങളും ഉള്ളത്. അദ്വൈതത്തിൽ ചോദ്യവും ഇല്ല, ഉത്തരവും ഇല്ല, ചോദിക്കുന്ന ആളും ഇല്ല, കേൾക്കുന്ന ഉത്തരം കേൾക്കാനും ആളില്ല. അദ്വൈതം രണ്ടില്ലാത്ത ഏകമായ ആ വസ്തുസ്ഥിതിയിൽ ചോദ്യോത്തരങ്ങളൊന്നുമില്ല. ഇപ്പോൾ ചട്ടമ്പിസ്വാമികൾ പറയാറുള്ള എല്ലാ ചോദ്യങ്ങളും അബദ്ധമാണ്, എല്ലാ ചോദ്യങ്ങളും അബദ്ധമാണ്, അബദ്ധമായ ചോദ്യത്തിൻ്റെ ഉത്തരവും അബദ്ധമാണ് സ്വാമി പറയാറുള്ളതാണ്. അതായത് ചോദ്യങ്ങളെല്ലാം ദ്വൈതത്തിൽ മാത്രമാണ്, ഉത്തരങ്ങളും ദ്വൈതത്തിലാണ്. അദ്വൈതത്തിൽ ചോദ്യം വാ പരിഹാരോ വാ ക്രിയതാദ്വൈത ഭാഷയാ അദ്വൈത ഭാഷയാ ചോദ്യം നാസ്തി നാപി തതുത്തരം. എല്ലാ ഭാഷകളും, ഭാഷ തന്നെ ദ്വൈതമാണ്. ഏതോ
മനോവാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാസഹ. മനസ്സും വാക്കോടുകൂടി ഏതൊരു സ്ഥാനത്താണ് എല്ലാം വാക്കും മനസ്സോടുകൂടി പിൻവലിയുന്നത്, ആ അദ്വൈത സ്ഥിതിയിൽ ചോദ്യമോ ഉത്തരവോ ഒന്നും ഉണ്ടാകാൻ തരമില്ല. ചോദ്യം വാ പരിഹാരോ വാ ക്രിയതാം ദ്വൈതഭാഷയാ അദ്വൈതഭാഷയാ ചോദ്യം നാസ്തി നാപി തദുത്തരം. തദാസ്തിമിതഗംഭീരം ന തേജോ ന തമസ്തതം അനാഖ്യമനഭിവ്യക്തം സൽക്കിഞ്ചിതവശിഷ്യതേ. തദാസ്തിമിതഗംഭീരം ന തേജഃ ന തമഃ തം തതം അനാഖ്യം അനഭിവ്യക്തം സത് കിഞ്ചിത് അവശിഷ്യതേ. തദാസ്തിമിതഗംഭീരം. ഇപ്പം ചലനമില്ലാത്തതും ഗംഭീരവും. ഗംഭീരം എന്ന് പറഞ്ഞാൽ ആഴമുള്ളതെന്നാണ് അർത്ഥം, ആഴമേറിയത്. ഇപ്പം നിശ്ചലവും ആഴമുള്ളതും, അതായത് മനസ്സിന് വിഷയമില്ല, എത്താൻ പറ്റില്ല. ആഴം എന്ന് പറഞ്ഞാൽ മനസ്സിനോടെ അതിനെ സമീപിക്കാൻ പറ്റില്ല. ന തേജോ ന തമഹ, വെളിച്ചവും ഇരുട്ടുമില്ലാത്തതും, തതമനാഖ്യം, അനാഖ്യം എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനിക്കാൻ കഴിയാത്തതും, അനഭിവ്യക്തം, അഭിവ്യക്തമല്ല, ഇന്ദ്രിയങ്ങൾക്ക് അവിടെ പ്രവേശനമില്ല, അഭിവ്യക്തമല്ലാത്തതും, തത് കിഞ്ചിത് അവശിഷ്യത, ശൂന്യം അല്ലാത്തതും, ഇന്നതാണെന്ന് നിശ്ചയിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ഒന്ന് അവശിഷ്യത അവശേഷിക്കുന്നുണ്ട്. എന്താണ്? അതായത് തഥാസ്ഥിമിത ഗംഭീരം, അത് യാതൊരു ചലനവുമില്ലാത്ത അഗാധമായ, അതായത് മനസ്സിന് സമീപിക്കാൻ സാധിക്കാത്തതും ഇന്ദ്രിയങ്ങൾക്കോ എത്താൻ സാധിക്കാത്തതും, വെളിച്ചമോ ഇരുട്ടെന്നോ പറയാൻ സാധിക്കാത്തതും വ്യാഖ്യാനിക്കാൻ കഴിയാത്തതും ശൂന്യമല്ലാത്തതുമായ ഒന്ന് അവശേഷിക്കുന്നുണ്ട്. അപ്പം ദ്വൈതമേ ഇല്ല. അപ്പം നേനാ നാനാസ്തി കിഞ്ചന എന്നൊക്കെ ഉപനിഷത്ത് പറയുന്നുണ്ട്. നാനാത്വമേ ഇല്ല എന്ന് ഉപനിഷത്ത് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ശൂന്യമോ അണുവോ ഒന്നുമില്ല. അതും പക്ഷെ ആ സത്ത് മാത്രമുള്ള ആ സ്ഥിതി, അത് ആണ് സൃഷ്ടിക്ക് മുമ്പുണ്ടാകുന്ന ഈ ഉപനിഷത്തിൽ പറയുന്ന ആ സത്ത് മാത്രം ഉള്ള ആ സ്ഥിതിയെ ഒരു രീതിയിലും വ്യാഖ്യാനിക്കാൻ സാധ്യമല്ല, ഒരു ഇന്ദ്രിയങ്ങൾക്ക് വിഷയവുമല്ല. അപ്പം ശൂന്യമാണെന്ന് ചോദിച്ചാൽ ശൂന്യവുമല്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആ എന്തോ ഒന്ന് അവശേഷിക്കുന്നുണ്ട്. എല്ലാത്തിനെയും തള്ളിക്കഴിഞ്ഞാലും നേതി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും നിഷേധിച്ചു കഴിഞ്ഞാലും നിഷേധിക്കാനാവാത്ത ഒരു സത്ത് അവിടുണ്ട്, അവശേഷിക്കുന്നുണ്ട്. അനുഭൂമ്യാധികം മാ ഭൂൽ പരമണ്വന്തനാശത കഥം തേ വിയതോ സത്വം ബുദ്ധിമാരോഹതീതി ചേത്. ഭൂമ്യാധികം മാ ഭൂൽ പരമാണ്വന്തനാശത കഥം തേ വിയതഃ സത്വം ബുദ്ധിം ആരോഹതി ഇതി ചേത്. നനു പരമാണ്വന്തനാശത, പരമാണ്വന്തനാശത അതായത് പരമാണു വരെയുള്ളത് നശിക്കുന്നതാണ്. ഭൂമ്യാധികം മാഭൂത്, ഭൂമി മൂലമായിട്ടുള്ളത് ഇല്ലാതാവട്ടെ. വിയതഃ അസത്വം തേ ബുദ്ധിം കഥം ആരോഹിത, ആകാശത്തിൻ്റെ അഭാവം അങ്ങയുടെ ബുദ്ധിയെ എന്തിനെ ആശ്രയിക്കുന്നു എന്നാണ് ശങ്കിക്കുന്നതെങ്കിൽ, അതായത് പരമാണു വരെ നശിക്കുന്നതാണെങ്കിൽ എന്ന് പറയും. ഭൂമ്യാധികം മാഭൂ, അപ്പം പൂർവപക്ഷക്കാരന് ഒരു സംശയം വരും, ലോകം മുഴുവൻ നശിക്കും എന്ന് പറഞ്ഞല്ലോ, എല്ലാം ഉൽപ്പത്തി നാശങ്ങളുള്ളതിനെക്കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു. അപ്പോൾ ആകാശം എങ്ങനെയാണ് നശിക്കുക? വിയതഃ അസത്വം, ആകാശത്തിൻ്റെ അഭാവം, അതെങ്ങനെ നശിക്കും? ആകാശം എങ്ങനെ നശിക്കും എന്നുള്ളത് തേ ബുദ്ധിയും കഥം ആരോഹിത, അത് എങ്ങനെ ഇത് ചെയ്ത് അതിനെ സംശയിക്കണം. ആകാശം എങ്ങനെയാണ് നശിക്കുന്നത് എന്ന്. ഇപ്പം ഭൂമി മുതലായിട്ട് നശിക്കുമെന്ന് നമുക്ക് സമ്മതിക്കാം എന്ന് പറയും, ഭൂമി പര്യന്തം അല്ലെങ്കിൽ ഭൂമിയാധികം പറയും. അപ്പോൾ ആകാശത്തിൻ്റെ അഭാവം എങ്ങനെയാണ്? എങ്ങനെ ആകാശം ഇല്ലാന്ന് എങ്ങനെ പറയും? ഇപ്പം ന്യായശാസ്ത്രത്തിലൊക്കെ ആകാശത്തിൻ്റെ ന്യായത്തിൽ ആകാശമില്ല, ചാർവാകർക്കല്ലേ 4 4 കൂട്ടി കൂടുമ്പം പുതിയതായിട്ടുണ്ടാകുന്നതാണ് ഈ ബോധം. ചുവപ്പ് വരുന്നല്ലെന്ന് ഇത് പറയണം. ആകാശം നിത്യമാണ് ന്യായത്തിൽ, ആകാശം നിത്യ വസ്തുവായിട്ടാണ് ന്യായശാസ്ത്രക്കാരൻ പറയുന്നത്. മറ്റേതെല്ലാം നിത്യം പരമാണു രൂപം, അനിത്യം
രണ്ട് രീതിയിലുണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. നിത്യവസ്തു അനിത്യവസ്തു എന്ന് ന്യായശാസ്ത്രത്തിൽ വസ്തുവിനെ വിഭജിച്ചിട്ടുണ്ട്. അപ്പം നിത്യമായത് പരമാണു രൂപം, അനിത്യമായത് സ്ഥൂലരൂപം എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പം കാര്യവും പരമാണു രൂപം, പരമാണുവിൽ നിന്നുണ്ടായതാണ് കാര്യരൂപങ്ങൾ. പരമാണു നിത്യവും കാര്യരൂപം അനിത്യവും എന്നാണ് ന്യായശാസ്ത്രം പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ആകാശം നിത്യവസ്തുവായിട്ടാണ് ന്യായം പറയുന്നത്. അപ്പോൾ അത് ആകാശം നിത്യമായതും ആണെന്ന് ന്യായത്തിൽ പറയുന്നതുകൊണ്ട് ആകാശം നശിക്കും എന്ന് പറയുന്നത് മനസ്സിലായിട്ടില്ല. ഇവിടെ ആകാശം എങ്ങനെയാണ് ഇല്ലെന്ന് പറയാൻ സാധിക്കുന്നത് എന്ന് ചോദിക്കും. ന്യായവൈശേഷികത്തിൽ ഒരുമിച്ച് ആണ് പരമാണു രൂപം പറയാറുണ്ട്. അപ്പം അതിന് ഉത്തരം പറയുകയാണ്: അത്യന്തം നിർജഗത് വ്യോമത് യഥാദേ ബുദ്ധിമാശ്രിതം തഥൈവ സന്നിരാകാശം കുതോ നാശ്രയതേ മതിം. അത്യന്തം നിർജഗത് വ്യോമ യഥാ തേ ബുദ്ധിം ആശ്രിതം തഥൈവ സന്നിരാകാശം കുതഃ അനാശ്രയതേ മതിം. അത്യന്തം നിർജഗത്, അപ്പം ഒട്ടും ജഗത്തുമായിട്ടൊരു സംബന്ധമില്ലാത്ത ആകാശം എന്ന് അങ്ങ് എങ്ങനെയാണ് അങ്ങയുടെ ബുദ്ധിയിൽ അത് വന്നത്, ആശ്രയിച്ചത്? തഥാ ഏവ നിരാകാശം സത്ത്, അപ്രകാരം തന്നെ ആകാശത്തോട് കൂടാത്ത സത്ത് എന്തുകൊണ്ട് ബുദ്ധിയെ ആശ്രയിച്ചുകൂടാ? അപ്പം ആകാശത്തോട് കൂടാത്ത ഒരു സംബന്ധമില്ലാത്ത ജഗത്തിനെയാണ് ന്യായശാസ്ത്രജ്ഞാനിപ്പോൾ കൽപ്പിച്ചത്. അപ്പം ബാക്കിയൊക്കെ നശിക്കുന്നത് സംഭവിക്കാം, എന്നാൽ ജഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആകാശം നശിക്കില്ല എന്നാണല്ലോ അയാൾ പറഞ്ഞു. ആകാശത്തോട് കൂടാത്ത ജഗത്തിനെ സങ്കല്പിക്കാമെങ്കിൽ ആകാശത്തോട് കൂടാത്ത സത്യനെ നിങ്ങൾക്ക് എന്തുകൊണ്ട് സങ്കല്പിച്ചുകൂടാ എന്ന് ചോദിച്ചിട്ട് പറയുകയാണ്: നിർജഗത് വ്യോമദൃഷ്ടം ചേൽ പ്രകാശതമസീ വിന ക്വദൃഷ്ടം കിഞ്ചതേ പക്ഷേ ന പ്രത്യക്ഷം വിയൽ ഖലു. നിർജഗത് വ്യോമം ദൃഷ്ടം ചേത് പ്രകാശതമസീ വിന ക്വദൃഷ്ടം കിഞ്ച തേ പക്ഷേ ന പ്രത്യക്ഷം വിയൽ ഖലു. പ്രകാശതമസീ വിന, പ്രകാശവും ഇരുട്ടും അല്ലാതെ, നിർജഗത് വ്യോമ, ജഗത്തോട് കൂടാത്തതായ ആകാശം, ദൃഷ്ടം ചേത്, കാണപ്പെടുന്നുവെങ്കിൽ, ക്വദൃഷ്ടം, എവിടെയാണ് കാണപ്പെട്ടത്? ഇപ്പോൾ ജഗത്തോട് കൂടാത്തതായിട്ടുള്ള ആകാശം എവിടെയാണ് കാണപ്പെട്ടത്? കിഞ്ച എന്ന് തന്നെയല്ല, തേ പക്ഷേ, നിങ്ങളുടെ പക്ഷത്തിൽ, വിയർ ന ഖലു പ്രത്യക്ഷം, ആകാശം പ്രത്യക്ഷമല്ലല്ലോ. ആകാശം പ്രത്യക്ഷമല്ല, ഈ ന്യായവാദത്തിൽ ആകാശം പ്രത്യക്ഷമല്ല. അപ്പം ആ ജഗത്തോട് കൂടാത്തതായിട്ട് ആകാശമുണ്ടെങ്കിൽ അതെവിടെ കാണപ്പെട്ടു? അതെവിടെയാണ് കാണപ്പെട്ടതെന്ന് ചോദിക്കും. ഇപ്പോൾ കാണപ്പെട്ട വസ്തു ഇല്ല എന്ന് പറയുന്നത് യുക്തമല്ല എന്നാണ് ഇവിടെ ആദ്യം പറഞ്ഞത്. അപ്പോൾ അതിനെ വെച്ചിട്ടാണ് ഇവിടെ ആകാശത്തെ കണ്ടുവെന്ന് വാദിക്കുന്ന ആൾ ജഗത്തോട് നിർജഗത് വ്യോമം ദൃഷ്ടം, ഇപ്പോൾ ജഗത്തോട് കൂടാതെ ആകാശത്തെ മാത്രമായിട്ട് കണ്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ വിചാരം ശരിയല്ല. അപ്പം ചേൽ പ്രകാശ തമസീവിന, അപ്പം ആകാശവും ഇരുട്ടും പ്രകാശവും ഇല്ലാതെ ആകാശത്തെ നിങ്ങൾ എവിടെയാണ് കണ്ടത്? അപ്പോൾ ഒരു വസ്തുവിനെ പ്രത്യക്ഷമായിട്ട് കാണുന്ന ഇരുട്ടും വെളിച്ചവും എന്നുള്ളതാണ്. അപ്പോൾ ആകാശത്തെ നിങ്ങൾ എവിടെയാണ് കണ്ടത്? ആ, ആകാശം ഉണ്ടെന്ന് അവർ പറഞ്ഞു. കാണണ്ടേ? ഒരു പ്രത്യക്ഷത്തെയല്ലേ അംഗീകരിക്കുന്നത്? എവിടെ ആകാശത്തെ കാണുന്നുണ്ടോ? ശൂന്യതയല്ല, എല്ലാത്തിനും ഇരിക്കാൻ ഇടം കൊടുക്കുന്നതിന് ആകാശമെന്ന് വേദാന്തത്തിൽ പറഞ്ഞു. പക്ഷെ ന്യായശാസ്ത്രജ്ഞർ ഇവർ പറയുന്നത് അവർ ഈ അവരുടെ വാദത്തിലെടുക്കുന്ന അവരുടെ വാദത്തിലെടുത്താൽ ഈ ആകാശത്തെ എവിടെയാണ് കാണുന്നത്? കാണാനൊരിടം വേണ്ടേ? അവർ ബാക്കി എല്ലാത്തിൻ്റെയും നാശം അവർ സംഭവിച്ചു. അതെ, പക്ഷേ ജഗത്തിൽ നിന്ന് വേറെ ആയിട്ടൊരു ആകാശത്തെയാണ് അവർ കൽപ്പിക്കുന്നത്. ജഗത്തൊക്കെ നശിച്ചു പോയാൽ ആകാശം എങ്ങനെ നശിക്കും? ആകാശം അവിടെ ഉണ്ട്, നിത്യമാണെന്നാണ് അവർ പറയുന്നത്. അപ്പം നിത്യമായ ആകാശത്തെ ജഗത്തിൽ നിന്ന് ഭിന്നമായിട്ട് എവിടെ കാണാൻ സാധിക്കും? വേറെ എവിടെ കാണാൻ സാധിക്കും? ആകാശം പ്രത്യക്ഷമല്ലെന്നാണ് അവരുടെ വാദം. ആകാശത്തിന് ഇപ്പോൾ രൂപമുണ്ടോ? ഇല്ല. ആകാശത്തിന് രൂപമില്ലാത്തതുകൊണ്ട് അതിനെ കാണാൻ പറ്റില്ലെന്നാണ്
പറയുന്നത് പ്രത്യക്ഷമല്ല. ഒരു ഇന്ദ്രിയം കൊണ്ടും ആകാശത്തെ അറിയാൻ സാധിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പ്രത്യക്ഷം എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഇന്ദ്രിയം കൊണ്ട് അറിയണം. വിഷയേന്ദ്രിയ സമ്പർക്കജന്യ ജ്ഞാനമാണ് പ്രത്യക്ഷം. ഇവിടെ ഏത് ഇന്ദ്രിയം കൊണ്ട് ആകാശത്തെ ഇപ്പം നമ്മൾ അറിയുന്നത്? ആകാശത്തെ കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു അവരുടെ പക്ഷത്തിൽ, ന്യായപക്ഷത്തിൽ കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ആകാശത്ത് പ്രത്യക്ഷമല്ലെന്ന് അവർ പറയും. പിന്നെ അവർ ഈ ശൂന്യമതത്തിലും അത് തന്നെയാണ്. ആകാശം എന്നുള്ളത് പ്രത്യക്ഷ വിഷയമല്ല, അവർ അനുമാനിക്കുകയാണ്, ആകാശത്തെ അനുമാനിക്കുകയാണ്. അപ്പം ന്യായമതത്തിൽ അത് പ്രത്യക്ഷമല്ല. പക്ഷേ ആകാശം എന്ന് പറയുന്നത്, ആകാശത്തിന് ഗുണമുണ്ട്, ശബ്ദഗുണമാണ് ആകാശം. അപ്പോൾ ഈ ശബ്ദഗുണത്തിൻ്റെ ഗുണിയായിട്ടാണ് ആകാശം ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആകാശം പ്രത്യക്ഷമല്ലെന്ന് നിങ്ങൾ പറയുന്നു. ആ അല്ലാത്ത ആകാശത്തെ നിങ്ങൾ എവിടെ കണ്ടു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആകാശം ജഗത്തിൽ നിന്ന് ഭിന്നമായി ബാക്കിയെല്ലാം നശിച്ചാലും ആകാശം എങ്ങനെ നശിക്കുമെന്ന് ചോദിച്ചു. ജഗത് സംബന്ധമില്ലാത്ത ആകാശത്തെ നിങ്ങൾ എവിടെ കണ്ടു? നിങ്ങൾ കാണാതെ അത് ആകാശം ഉണ്ടെന്ന് എങ്ങനെ പറഞ്ഞു എന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. സത്വസ്തു ശുദ്ധം ത്വസ്മാഭി നിശ്ചിതൈത്തനുഭൂയതേ തൂഷ്ണീം സ്ഥിതോ ന ശൂന്യത്വം ശൂന്യബുദ്ധേശ്ച വർജനാത്. സത്വസ്തു ശുദ്ധം തു അസ്മാഭി നിശ്ചിതൈഃ അനുഭൂയതേ തൂഷ്ണീം സ്ഥിതോ ന ശൂന്യത്വം ശൂന്യബുദ്ധേഃ ച വർജനാത്. നിശ്ചിതൈഃ അസ്മാഭി ശുദ്ധം സത്വസ്തു അനുഭൂയതേ. അപ്പം നിശ്ചയിക്കപ്പെട്ട ഞങ്ങളാൽ ശുദ്ധം തത്വസ്തു അനുഭൂയത, ഒന്നിനോട് സംബന്ധമില്ലാത്ത ശുദ്ധമായ സത്വസ്തു അനുഭവിക്കപ്പെടുന്നു. തൂഷ്ണീം സ്ഥിതവും, എവിടെ? തൂഷ്ണീം ഭാവത്തിൽ. ശൂന്യത്വം ശൂന്യഭാവമല്ല, ശൂന്യബുദ്ധേജ വർദ്ധ, ശൂന്യബുദ്ധിയുമില്ലാത്ത തൂഷ്ണീഭാവത്തിൽ, ആ സമാധി സ്ഥിതിയിൽ, ആ മൗന നിലയിലാണ് സത്വസ്തുവിൻ്റെ അനുഭവം ഉണ്ടാകുന്നത്. ആ ആകാശ സംബന്ധം പോലുമില്ലാത്ത ആ സത്വസ്തുവിനെ ഞങ്ങൾ തൂഷ്ണീഭാവത്തിലാണ് അറിയുന്നത്, ശൂന്യമായ അവസ്ഥയിലല്ല. ഞങ്ങൾ കണ്ടിട്ടോ കേട്ടിട്ടോ ഒന്നുമല്ല ഈ സത്വസ്തു ഉണ്ടെന്നറിയുന്നത്. ആ തൂഷ്ണീഭാവത്തിൽ യാതൊരു വിഷയവും ഇല്ലാത്ത, ഒരു ഇന്ദ്രിയങ്ങളും എത്താത്ത ആ തൂഷ്ണീഭാവത്തിലാണ്, ശൂന്യവുമല്ലാത്ത ആ തൂഷ്ണീഭാവത്തിലാണ് നമ്മൾ സദ്ഭാവത്തെ അറിയുന്നത്. സദ്ബുദ്ധിരവിജയന്നാസ്തി നാസ്ത്വസ്യ സ്വപ്രഭത്വത നിർമ്മനസ്തത്വസാക്ഷിത്വാൽ സന്മാത്രം സുഗമം നൃണാം. സൽബുദ്ധിഃ അപി ചേത് നാസ്തി മാ അസ്തു അസ്യ സ്വപ്രഭത്വതഃ നിർമ്മനസ്കത്വം സാക്ഷിത്വാൽ സന്മാത്രം സുഗമം നൃണാൽ. സൽബുദ്ധിഃ അപി, സദ്ബുദ്ധി, സത്തുണ്ട് എന്നുള്ള ബുദ്ധിയും, നാസ്തി ചേത് ഇല്ലെങ്കിലോ, മാസ്തു ഇല്ലെങ്കിൽ ഉണ്ടാകേണ്ട, അസ്യ സ്വപ്രഭത്വത അതിന് സ്വപ്രഭത്വമുണ്ട് എന്ന് വെച്ചാൽ സ്വയം പ്രകാശത സത്തിനുണ്ട്. നിർമ്മനസ്കത്വ സാക്ഷിത്വ, നിർമ്മനസ്ത്വം അതായത് മനസ്സിൻ്റെ അഭാവത്തിൽ, അല്ലെങ്കിൽ മനസ്സിലെ വൃത്തികൾ ഇല്ലാത്ത ആ മനോവൃത്തിയുടെ അഭാവത്തിൻ്റെയും സാക്ഷിത്വം ഉള്ളതുകൊണ്ട്, മനസ്സ് അടങ്ങുമ്പോൾ അതിൻ്റെയും സാക്ഷിയായിരിക്കുന്നതുകൊണ്ട് സന്മാത്രം നൃണാം സുഗമം. അപ്പം സന്മാത്രം നൃണ, മനുഷ്യർക്ക് സന്മാത്രം സത്താ മാത്രം മനുഷ്യർക്ക് അറിയാൻ സാധിക്കുന്നതാണ്. എങ്ങനെയെന്ന് വെച്ചാൽ സത്ത് രണ്ടാമതൊന്നിനെ അറിയപ്പെടേണ്ടതല്ല, വേറെ മറ്റൊരു വസ്തുവിനെ അറിയുന്നത് പോലെ അല്ല സത്തിനെ അറിയുന്നത്. അത് സ്വപ്രകാശത്വമുണ്ട്, സ്വയം പ്രകാശിക്കുന്നതാണ്. വേറെ ഒരു ഇന്ദ്രിയത്തിൻ്റെ അപേക്ഷ കൂടാതെ സ്വയം പ്രകാശിക്കുന്ന ചൈതന്യമായതുകൊണ്ട്, അത് വിഷയങ്ങളെല്ലാം അടങ്ങിക്കഴിഞ്ഞാലും അതിൻ്റെ സാക്ഷി സ്വരൂപത്തിൽ പ്രകാശിക്കുന്നതുകൊണ്ടും സത്ത് എല്ലാവർക്കും അനുഭവവേദ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്, സാധിക്കുന്നത് തന്നെയാണ്.
അപ്പം മനസ്സ് അടങ്ങിയാലും അതിനും സാക്ഷിഭാവത്തിൽ സത്തുണ്ട്, സത്തില്ലാതാവുന്നില്ല. അപ്പം ഇതൊക്കെ നിർവികൽപ്പ സമാധിയിൽ ആ തൂഷ്ണീഭാവത്തിൽ സത്സ്വരൂപത്തെ അറിയാൻ സാധിക്കുന്നതാണ്. സദ്ബുദ്ധിരവിജയന്നാസ്തി മാസ്ത്വസ്യ സ്വപ്രഭത്വത നിർമ്മനസ്കത്വസാക്ഷിത്വാൽ സന്മാത്രം സുഗമം നൃണാം മനോജൃംഭണരാഹിത്യേ യഥാ സാക്ഷി നിരാകുല മായാജൃംഭണത പൂർവം സത്തഥൈവ നിരാകുലം. മനോജൃംഭണരാഹിത്യേ യഥാ സാക്ഷി നിരാകുലഃ മായാജൃംഭണത പൂർവം സത്തഥൈവ നിരാകുലം. മനോജൃംഭണരാഹിത്യം, മനസ്സിൻ്റെ ജൃംഭണം, മനസ്സിൻ്റെ വ്യാപാരം രഹിതമായിരിക്കുമ്പോൾ, വ്യാപാരരഹിതമായിരിക്കുമ്പോൾ, മനസ്സിൽ വൃത്തികളില്ലാതിരിക്കുമ്പോൾ യഥാ സാക്ഷി നിരാകുല, പ്രകാരമാണോ യാതൊരു സാക്ഷിയായിട്ടിരിക്കുന്ന ആ യഥാ സാക്ഷി നിരാകുല പ്രകാരം സാക്ഷി നിരാകുലനായിട്ടിരിക്കുന്നുണ്ടോ തഥായവ അപ്രകാരം തന്നെ മായാജംഭണത പൂർവം മായ വ്യാപരിക്കുന്നതിന് മുമ്പ് സത്ത് നിരാകുല. അപ്പം സൃഷ്ടിക്ക് മുമ്പ് സത്തുണ്ടെന്നാണ് പറഞ്ഞു അല്ലേ? സൃഷ്ടിക്ക് മുമ്പും സത്ത് മാത്രമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിൽ യാതൊരു വ്യാപാരമില്ലാതിരിക്കുന്നതിന് മുമ്പ് വ്യാപാരമില്ലാതിരിക്കുമ്പോൾ എങ്ങനെയാണോ സാക്ഷി നിരാകുലനായിരിക്കുന്നത്, ഇപ്പോൾ സമാധി സ്ഥിതിയിൽ യാതൊരു വ്യാപാരവുമില്ലാത്ത മനസ്സിൻ്റെ സമനിലയാണ്. ആ നിലയിൽ എങ്ങനെയാണോ സാക്ഷി യാതൊരു ഇതില്ല, സാക്ഷി മാത്രമായിരിക്കുന്നത് അല്ലേ? സാക്ഷി മാത്രമാണ് അവിടെ. അതുപോലെ മായാചമ്പണം ഇല്ലാത്തപ്പം പ്രപഞ്ചത്തിൻ്റെ ബോധം വരുമ്പോഴത്തേനും അവിടെ മായ വന്നു, മനസ്സിൻ്റെ വിഫലതകൾ വന്നു, അല്ലെങ്കിൽ ചലനം ഉണ്ടായി. മനസ്സിൻ്റെ ചലനം പറ്റിയിരിക്കുന്ന സമാധിയിൽ സാക്ഷി മാത്രമായി. അതുപോലെ പ്രപഞ്ചം ഇല്ലെങ്കിൽ മായാചമ്പണം ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ നമ്മൾ ചാത്തമ്പിസ്വാമി പറയുന്ന പോലെ മൂലപ്രകൃതി എന്ന ശക്തി ചേഷ്ടിച്ചു, ആ ബ്രഹ്മസാന്നിധാനം മനോജൃംഭണം, മനസ്സിൻ്റെ വ്യാപാരം, മനസ്സിൻ്റെ ഇളക്കം, മനസ്സിൻ്റെ ഇളക്കം ഇല്ലാത്ത സ്ഥിതി സാക്ഷി മാത്രമായിട്ടുള്ള സ്ഥിതിയാണ്. അതുപോലെ ആ ത്രിഗുണാത്മികമായിട്ടുള്ള മായ സമാവസ്ഥയിലിരിക്കുമ്പോൾ അതിലൊരു ഇളക്കവുമില്ലാതിരിക്കുന്ന സ്ഥിതിയിൽ സാക്ഷി ആ സത്ത് മാത്രമായിട്ടായിരിക്കും, സത്ത് മാത്രം. അപ്പോൾ സത്ത് മാത്രമേ സൃഷ്ടിക്ക് മുമ്പ് ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് പറയുന്നത്. അപ്പോൾ സത്വസ്തു അവിടെ നിരാകുലമാണ്. മായ ചേഷ്ടിക്കാതിരിക്കുമ്പോൾ സത്വസ്തു മാത്രം ആയിരിക്കുകയാണ്. മായ ചേഷ്ടിക്കുമ്പോൾ മാത്രമേ പ്രപഞ്ചബോധം, പ്രപഞ്ചാനുഭവം ഉണ്ടാകുന്നുള്ളൂ. അപ്പം ആ പ്രപഞ്ചമേ ഇല്ല. പ്രപഞ്ചോപശമം ശിവം ശാന്തം എന്ന് നമ്മൾ മാണ്ഡവ്യത്തിൽ പഠിച്ചു. തുരീയ സ്ഥിതി എന്ന് പറയും, തുര്യൻ്റെ വിശേഷണത്തിൽ നമ്മൾ പറഞ്ഞു. അതുപോലെ മനോജൃംഭണരാഹിത്യേ യഥാ സാക്ഷി നിരാകുല മായാജൃംഭണത പൂർവം സത്തദൈവ നിരാകുലം. നിസ്തത്വകാര്യഗമ്യാസ്യ ശക്തിർമായ നിശക്തിവത് നഹി ശക്തി ക്വചിൽ കൈശ്ചിൽ ബുദ്ധ്യതേ കാര്യത പുരാ. നിസ്തത്വ കാര്യഗമ്യ അസ്യ ശക്തി മായാ അഗ്നിശക്തിവത് നഹി ശക്തി ക്വചിത് കഹ ചിത് ബുദ്ധ്യതേ കൈശ്ചിത് ബുദ്ധ്യതേ കാര്യത പുരാന്നല്ലേ. നിസ്തത്വ അപ്പം ഒരു സ്വരൂപമില്ലാത്തതും സ്വരൂപമില്ലാത്തതും കാര്യഗമ്യ കാര്യം കൊണ്ട് മാത്രം അറിയാൻ കഴിയുന്നതും അസ്യ ശക്തി മായ ആ സത്തിൻ്റെ ആ സത്വസ്തുവിൻ്റെ ശക്തിയാണ് മായ. അഗ്നിശക്തി പോലെ കൈശ്ചിൽ ക്വചിത് ആരാലും ഒരിടത്തും കാര്യതപുര കാര്യത്തിന് മുമ്പേ ശക്തി നഹി ബുദ്ധിത ശക്തി അറിയപ്പെടുന്നില്ല. അപ്പം കാര്യാനുമേയി മായ എന്ന് വിവേകചൂടാമണിയിൽ ആചാര്യസ്വാമികൾ പറയാറുണ്ട്. കാര്യാനുമേയിയാണ് മായയെ ഒരിക്കലും ആരും അല്ലാതെ അറിഞ്ഞിട്ടില്ല. കാര്യം കൊണ്ട് മാത്രമേ മായ എന്നെ കൽപ്പിക്കുന്നത് കാര്യത്തെ വെച്ചുകൊണ്ട്, പ്രപഞ്ചത്തെ വെച്ചിട്ടാണ് മായ ഉണ്ടെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ സ്വതവേ മായയുടെ സ്വരൂപം എന്ന് വെച്ചാൽ സ്വരൂപം എന്താണെന്ന് അറിയാൻ വയ്യ. സന്നാപ്യ ഭിന്ന സത്താണോ അസത്താണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. അത് ഭിന്നമാണോ അഭിന്നമാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. പിന്നെ കാര്യാനുമേയാണ്, കാര്യം കൊണ്ട് മാത്രമേ അതിനെ അറിയാൻ പറ്റുന്നുള്ളൂ. അവ്യക്ത നാമ്നീ പരമേശ്വര ശക്തി എന്ന് ആചാര്യസ്വാമി പറയും.
പരമേശ ശക്തിയാണ്. അതിവിടെ പറയുന്ന ശക്തിർമായ അഗ്നി അസ്യ ശക്തിർമായ, ആ സത്തിൻ്റെ ആ ഈശ്വരൻ്റെ ശക്തിയാണ് മായ. അഗ്നിശക്തി പോലെ ആ ഈശ്വരൻ്റെ ശക്തിയാണ് മായ. അതൊരിക്കലും ആരും കാര്യപ്പെടുന്നതിന് മുമ്പ് ആരും മായ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ പ്രപഞ്ചത്തെ വെച്ചുകൊണ്ടാണ് മായയെ നമ്മൾ കൽപ്പിക്കുന്നത്. മായ അതുകൊണ്ട് അനിർവചനീയ എന്ന് നമ്മൾ പറയും. കാര്യാനുമേയി അനിർവചനീയ മായ. കാര്യം കൊണ്ട് മാത്രമേ നമുക്കതിനെ അനുമിക്കുകയാണ് മായയെ, അനുമാനം ചെയ്യുക. അല്ലാതെ ആർക്കും നേരിട്ട് മായ എന്താണെന്നോ മായയുടെ സ്വരൂപം എന്താണെന്നോ അറിയാൻ സാധ്യമല്ല. അഗ്നിയുടെ ശക്തി പോലെ എനിക്കിപ്പം ജ്വാലക ശക്തിയുണ്ട്. നമുക്ക് എന്തെങ്കിലും കത്തുമ്പോഴേ എന്തെങ്കിലും അല്ല അറിയാൻ സാധിക്കുന്നില്ലോ, അതിൻ്റെ കാര്യം കൊണ്ടല്ലേ അറിയാൻ സാധിക്കുന്നുള്ളൂ. ഈ മായ അത് സ്വരൂപമില്ലാന്ന് പറഞ്ഞു അല്ലേ, തത്വത അതത്വം നിസ്തത്വം എന്ന് പറഞ്ഞു. അപ്പോൾ സ്വരൂപമില്ലാത്ത മായ സത്യമാണോ അപ്പം മിഥ്യയാണോ എന്നും കൂടെ പറയുകയാണ്. ന സത് വസ്തുസതഃ ശക്തിർനഹി വന്നേ സ്വശക്തിത വിലക്ഷണതായാം തു ശക്തേഃ കിം തത്വമുച്യതാം. ന സദ്വസ്തു സതഃ ശക്തി നഹി വന്യേ സ്വശക്തിത സദ്വിലക്ഷണതായാം തു ശക്തേഃ കിം തത്വം ഉച്യതാം. സതഃ ശക്തി സദ്വസ്തുന. സത്തിൻ്റെ ശക്തി സത്വസ്തുവല്ല, സത്തിൻ്റെ ശക്തി സത്വസ്തുവല്ല. വന്യേഹി സ്വശക്തിതാനഹി, വന്യക്ക് സ്വശക്തിതയില്ല, തീ അഗ്നിക്ക്. സത് വിലക്ഷണതായാം തു, ഈ സത്തിൽ നിന്ന് വിലക്ഷണമാണെങ്കിലോ ശക്തേഹ തത്വം ശക്തിയുടെ സ്വരൂപം എന്താണെന്ന് പറഞ്ഞാലും എന്നാണ് ചോദിക്കുന്നത്. അതായത് ഒരു കാര്യം നമ്മൾ കാര്യാനുമേയാന്ന് പറയുമ്പോൾ കാര്യം വെച്ചുകൊണ്ടേ മായ പറയാൻ പറ്റുള്ളൂ. അപ്പം സത്തിൻ്റെ ശക്തി, ഇപ്പോൾ കാര്യത്തെ ഉണ്ടാക്കാനുള്ള ശക്തിയാണ് സത്തിൻ്റെ ശക്തി എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ശക്തി സത്വസ്തുവിൻ്റെ ശക്തിയാണെന്ന് പറഞ്ഞ ശേഷം പറയുകയാണ്, എന്നാൽ ആ സത്വസ്തു അതിൽ നിന്ന് വേറൊരു വസ്തുവാണോ, സത്തിൽ നിന്ന് ഭിന്നമായൊരു ശക്തിയാണോ മായ എന്ന് ചോദിച്ചാൽ അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ഇനി അത് ഒട്ടും ഇല്ലാത്തതാണോ എന്ന് ചോദിച്ചാലോ, സത്തല്ലെന്ന് പറയും. ഒട്ടും ഇല്ലാത്തതാണോ എന്ന് ചോദിച്ചാലോ അതും പറയാൻ സാധിക്കുന്നില്ല അല്ലേ. ഉള്ളതാണെങ്കിൽ അത് വേറെ ആയിരിക്കണം, ഇല്ലാത്തതാണെങ്കിൽ അത് സത്ത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് നിശ്ചയിക്കാൻ പറ്റാത്ത ഒന്നാണ് മായ. അപ്പം മായയ്ക്ക് ഒരിക്കലും സത്തിൻ്റെ ലക്ഷണമില്ല. മായ ഒരിക്കലും സത്തിൻ്റെ ലക്ഷണത്തോട് കൂടിയതല്ല, അതുകൊണ്ട് സത്താണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം കാര്യത്തെ വെച്ച് അനുമാനിക്കുന്നതുകൊണ്ട് ഇല്ലെന്നും പറയാൻ സാധിക്കുന്നില്ല. കാര്യത്തെ കാണുന്നുണ്ട്, കാര്യത്തെ വെച്ചുകൊണ്ടാണ് മായയെ നമ്മൾ അനുഭവിക്കുന്നത്. അപ്പം ഇപ്പം ഇത് ശൂന്യമാണോ എന്ന് ചോദിച്ചാൽ അതും അല്ല. അപ്പോൾ അതെന്താണെന്ന് തീർച്ചപ്പെടുത്തിയാലേ നമുക്ക് ഉത്തരം പറയാൻ സാധിക്കൂ. അതുകൊണ്ട് അതിൻ്റെ സ്വരൂപം എന്തെന്ന് പറഞ്ഞാലും എന്ന് ചോദിക്കുകയാണ്. ഉഭയാത്മികാവ ഭിന്നാത്മിക ആ പദ്യം ഭിന്നാപ്യുഭയാത്മികാവും മൂന്നെണ്ണം ഉണ്ട്. ഭേദമല്ലല്ലോ. മൂന്ന് രീതി പറയുന്നുണ്ട്. അതുകൊണ്ട് അനിർവചനീയമാണ് എന്നാണ് അവിടെ എന്ന് പറയുന്നുണ്ട്. ഇനി ശൂന്യത്വമിതി ജയൽ ശൂന്യം മായാകാര്യമതീരിതം ന ശൂന്യം നാഭി സദ്യാദൃക്തത്വമിഹേഷ്യതാം. ശൂന്യത്വമിതി ചേത് ശൂന്യം മായാകാര്യം ഇതീരിതം ന ശൂന്യം നാഭി സദ് യാദൃക് താദൃക് തത്വം ഇഹ ഇഷ്യത. ശൂന്യത്വം ഇതി ചേത്, ഇനി ശൂന്യഭാവമാണെങ്കിൽ ശൂന്യമാണെങ്കിൽ മായാകാര്യം ശൂന്യം, മായാകാര്യവും ശൂന്യമായിരിക്കണം. ശൂന്യത്തിൻ്റെ കാര്യം ശൂന്യമായേ പറ്റും. ശൂന്യത്തിൽ നിന്നൊരു വസ്തു ഉണ്ടായെന്ന് പറഞ്ഞാൽ അത് ശൂന്യമായിരിക്കണം, അല്ലാതെ വേറെ ഒന്നും ഉണ്ടാകത്തില്ല ശൂന്യത്തിൽ. ഇത് ഈരിതം എന്ന് നേരത്തെ പറയപ്പെട്ടു.
യാതൃക് ശൂന്യം ന എങ്ങനെയെന്നാൽ ശൂന്യമല്ലയോ, എങ്ങനെയായാൽ ശൂന്യം അല്ലയോ, സത് അപിന സത്വമല്ലയോ, ത്രാതൃക്തത്വം. അപ്പം ആ രീതിയിൽ ആ വിധം ആ തരത്തിലുള്ള തത്വമാണെന്ന് ഇഹ ഇഷ്യതം അറിയുക. അതായത് ശൂന്യമാണെങ്കിൽ മായാകാര്യവും ശൂന്യമാവും. ഇപ്പോൾ ശൂന്യമാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ എങ്ങനെയായാലാണോ ശൂന്യമല്ലാതാവാത്തത്, അതോ സത്വമല്ലയോ, സത്വമല്ല അസത്വമല്ല, ആ വിധത്തിലുള്ള തത്വമാണെന്ന് അറിയുക. അല്ല അതെ, ഇപ്പോഴാ എങ്ങനെയാണോ മായ ഉണ്ടെന്ന് പറയുന്നത് അത് അതുപോലെ ഉള്ളൂ. അല്ലാതെ അത് ശൂന്യമാണെന്നും പറയാൻ പറ്റില്ല, സത്താണെന്നും പറയാൻ പറ്റില്ല, അസത്വമല്ല സത്വമല്ല ആണെന്നോ പറയാൻ പറ്റുന്നില്ല. കാര്യം കൊണ്ട് അനുമിക്കുക എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അത് എങ്ങനെയാണ് വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെയാ, നാ സദാ സീത് നോ സദാ സീത് തദാനി കിന്തു അഭൂത്തമ സദ്യോഗാത്തമസത്സത്വം നസ്വതസ്തന്നിഷേധനാത്. നാ സദാസീ നോ സദാസീ തദാനി കിന്തു അഭൂത്തമ. നാ സത് ആസീത് നാ അസത് ആസീത് അദാനി കിന്തു അഭൂത് തമഃ. സത് യോഗാത് തമസ സത്വം ന സ്വതഃ തന്നിഷേധനാത്. അസത് ന ആസീത് അസത്തായിരുന്നില്ല, സത് നോ ആസീത് സത്വമായിരുന്നില്ല, കിന്തു തദാനി എന്നാൽ അപ്പോൾ തമഹ അഭൂത് അന്ധകാരമായിരുന്നു. നമ്മൾ നാസദീയ സൂക്തത്തിൽ പറയുന്നതാണ്. സദ്യോഗാ സത്തിൻ്റെ യോഗം കൊണ്ട്, സത്തിൻ്റെ ചേർച്ച കൊണ്ട്, തമസസത്വം എന്തിനാ തമസിന് സദ്ഭാവം സ്വതഃ സ്വതേ ഇല്ല, സ്വതമായിട്ടില്ല, തന്നിഷേധനാ എന്തിനാ അതിൻ്റെ നിഷേധിച്ചുകൊണ്ട്, അതിനെ ആ മായയുടെ സത്വഭാവത്തെ നിഷേധിച്ചിരിക്കുന്നതുകൊണ്ട്. അപ്പം മായ ശരിക്കും ഇന്ന രീതിയിലാണെന്ന് നിർവചിക്കാൻ സാധിക്കുന്നില്ല. മായ അനിർവചനീയമാണ്. മായയെ കാര്യം കൊണ്ട് അനുമിക്കാനേ പറ്റുന്നുള്ളൂ. പക്ഷേ എന്താണ് മായ എന്നാർക്കും പറയാൻ സാധിക്കുന്നില്ല. കാരണം ഇത് ശാസ്ത്രീയ സൂത്രത്തിൽ പറയുന്ന ആ പ്രളയകാലത്തെക്കുറിച്ച് പറയുന്നതാണ്. ആ പ്രളയത്തിൽ സത്വമില്ല, അസത്വമില്ല, അന്ധകാരം മാത്രമായിരുന്നു എന്ന് നാസദീയ സൂക്തം പറയുന്നു. തമസായിരുന്നു എന്ന് വേദം പറയുന്നു. വേദം തന്നെ പറയുന്നുണ്ട്. എന്നാൽ സത്തിനും അസത്തിനും ആയതുകൊണ്ട് മായയെ അനിർവചനീയമായിട്ടാണ് പറയുന്നത് ഇവിടെ. നോ സദാസി അത് സത്തായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മായയ്ക്ക് സത്തില്ല എന്ന് നിഷേധിക്കപ്പെട്ടു. അതുപോലെ അസത്തില്ലായിരുന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടും അത് ശൂന്യമാണെന്നും പറയാൻ പറ്റുന്നില്ല. ഇത് തമ്മിൽ പരസ്പരം സത്തിൻ്റെ ചേർച്ച കൊണ്ട് അതിന് സത്വഭാവം ഉണ്ടെന്ന് പറയാനും പറ്റില്ല. അങ്ങനെ അതിനെ പൂർണ്ണമായും സത്തെന്നോ അസത്തെന്നോ നിശ്ചയിക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ മായയെ നമ്മൾ ഈ അനിർവചനീയമായിട്ട് പറയാം. അനിർവചനീയ താതാത്മ്യ സംബന്ധം എന്നൊരു ഇതുകൊണ്ടാണ് അതിനെ കൽപ്പിക്കുന്നത്. അനിർവചനീയ താതാത്മ്യമാണ് ഉള്ളത്. ഒരു അനിർവചനീയതയാണ്, അല്ലാതെ നേരിട്ട് സത്തിൻ്റെ ഒരു താതാത്മ്യം അവിടെ ഇല്ല. കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. സത്താണെന്നോ അസത്താണെന്നോ നിശ്ചയിക്കാൻ സാധിക്കാത്ത അനിർവചനീയതയാണ് മായ. അതയേവ ദ്വിതീയത്വം ആസുതോ വിദ്യതേ ഭാവം ഉണ്ടെന്നുള്ളത് ഒരിക്കലും ഇല്ലാതാവില്ല, ഇല്ലാത്ത ഒരിക്കലും ഉണ്ടാവില്ല. അതയേവ ദ്വിതീയത്വം ശൂന്യവന്ന ഹി ഗണ്യതേ ന ലോകേ ചൈത്രതർച്ചക്യോ ജീവിതം ലിഖ്യതേ പൃഥക് തഥാ അതയേവ ദ്വിതീയത്വം ശൂന്യവത് ന ഹി ഗണ്യതേ ന ലോകേ ചൈത്ര തത് ശക്തിയോഹോ ജീവിതം ലിഖ്യതേ പൃഥക് തതഃ ഏവ ശൂന്യവത്. അതുപോലെ ശൂന്യത്തിനെന്ന പോലെ ദ്വിതീയത്വം നഹി ഗണ്യതേ രണ്ടെന്ന ഭാവം ഗണിക്കപ്പെടുന്നില്ല.
ലോകേ ചൈത്ര തച്ഛക്തിയോ. അപ്പം ലോകേ ചൈത്ര, അപ്പം ചൈത്രൻ്റെയും അവൻ്റെ ഇപ്പം ചിത്രം വരയ്ക്കുന്ന ആളുടെയും അല്ലേ, ചിത്രകാരനല്ലേ ചൈത്രം, ചിത്രം വരയ്ക്കുന്ന ആൾക്കുടെയും അയാളുടെ ശക്തിയെയും എന്താ അതിൻ്റെ ജീവിതം പ്രദഗ്ന ലിഖ്യത. അപ്പോൾ അതിൻ്റെ സത്ത വേറെ വേറെ പറയപ്പെടുന്നില്ല. ചിത്രകാരൻ്റെ ശക്തിയും ചിത്രകാരനെയും വേറെ വേറെ പറയാൻ പറ്റുന്നില്ല. ചിത്രകാരൻ്റെയും ശക്തനെയും ശക്തിയെയും, ശക്തനാണ് ശക്തിയുള്ളത്, അപ്പോൾ ശക്തനെയും ശക്തിയെയും വേറെ വേറെ പറയുന്നില്ല. അതുപോലെ ശൂന്യവത് തഥായവ ശൂന്യവത്, ശൂന്യത്തിൽ നിന്ന പോലെ ദ്വൈതഭാവത്തെ ഗണിക്കാൻ സാധ്യമല്ല. ഇപ്പം ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമായി വേറൊരു തത്വമാണ് മായ എന്ന്, ശക്തി എന്ന് പറയാൻ കഴിയുകയില്ല, സാധിക്കില്ല. അത് ഗണിക്കപ്പോൾ അങ്ങനൊരു തത്വമല്ല മായ. മായ സത്വമല്ല, അസത്വമല്ല, ഭിന്നവുമല്ല, അഭിന്നവുമല്ല, അംഗത്തോട് കൂടിയതുമല്ല, അംഗമില്ലാത്തതുമല്ല. അത് അനിർവചനീയമാണ് എന്ന് വിവേകചൂടാമണിയിൽ പറയുന്നു. വേറൊരു സത്ത, ബ്രഹ്മഭിന്നമായൊരു സത്തയുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, ചോദിച്ചാൽ അതുമില്ല. അതാണ് മായയുടെ സ്വരൂപം. മായയുടെ സ്വരൂപം നിശ്ചയിക്കാൻ സാധിക്കുന്നില്ല, കാര്യാനുമേയി എന്ന് മാത്രമേ പറയാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ മറ്റ് പൂർവപക്ഷങ്ങൾ, ആക്ഷേപങ്ങളൊക്കെ വരുന്നുണ്ട് കുറച്ച്. മായ തന്നെയാണ് കുറച്ച് ഇനി അങ്ങോട്ട് വരുന്നത്. അത് നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.